നമ്മുടെ ടീച്ചർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ് എനിക്ക് തോന്നുന്നു എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? പഠിച്ചു കഴിഞ്ഞോ? ഒന്ന് കൈവശം കാണിച്ചേ മൈക്രോ കഴിഞ്ഞെങ്കിൽ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ മൈക്രോ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി നാളെ രാവിലേക്ക് ഒന്ന് എടുത്ത് നോക്കിയിട്ട് പോകും എക്സാമിന് കേട്ടോ. യെസ്, നമുക്ക് മാക്രോയിലേക്ക് പോകാം ടീച്ചറെ. മാക്രോ ആണ് എനിക്ക് തോന്നുന്നത് മിക്ക കുട്ടികൾക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പറയുന്ന മാക്രോ എന്ന് അറിയാം. അപ്പോ മാക്രോ ഇതോടുകൂടി ഈ ഒരു ക്ലാസ്സോട് കൂടി ആ ഡിഫിക്കൽട്ട് ലെവൽ മാറണം അല്ലെ, ഈസി ആവണം. കാരണം ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ്. ഇമ്പോർട്ടന്റ് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ട് തന്നെ പോവാം. പോളാപ്പാട്ടെ സുഖല്ലേ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് ആണ്. വളരെ ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ ആണ് അല്ലെ. ഇതിനകത്ത് ഉറപ്പായിട്ടും പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ്. കാണിച്ചു ഫാദർ ആരാണ്? മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ മൈനാർഡ് കെയ്ൻസ് ആണല്ലേ, ജെഎം കെയ്ൻസ്. ഓക്കെ, എല്ലാവരും പഠിച്ചു വെക്കുക. ജെഎം കെയ്ൻസിന്റെ പേര് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ, ആ ബുക്കിന്റെ പേരും അത് പബ്ലിഷ് ചെയ്ത ഇയറും പഠിക്കുക. ബുക്കിന്റെ പേര് എന്താണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, പബ്ലിഷ്ഡ് ഇൻ 1936. മക്കൾ ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും പഠിക്കുക. ജെഎം കെയ്ൻസ്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്, പബ്ലിഷ് ചെയ്ത ഇയർ. ഇനി JBCA പറഞ്ഞൊരു വാക്യമുണ്ട്, ഇത് ഇതുവരെ ചോദിച്ചിട്ടില്ല എക്സാമിന്, പക്ഷെ പറയാൻ പറ്റൂല. JBCA പറഞ്ഞ വാക്യം എന്താണ്? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണ്. സപ്ലൈ എന്തുണ്ടാക്കുന്നു? അതിന് സ്വന്തം ഡിമാൻഡിനെ ഉണ്ടാക്കുന്നു. അതാണ് JBCA പറഞ്ഞ കാര്യം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 എന്നോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930 എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു വട്ടം കേട്ടോ. 1930 സെയിം തന്നെയാണ്. അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് മാക്രോ ഇക്കണോമിക്സ്. ഈ 3 ക്വസ്റ്റ്യൻ വന്നാലും ഇതാണ് ആൻസർ കേട്ടോ മക്കളെ. എവല്യൂഷൻ ഓഫ് മാക്രോ ഇക്കണോമിക്സ്, 1929 ഗ്രേറ്റ് ഡിപ്രഷൻ, 1930 ഗ്രേറ്റ് ഡിപ്രഷൻ. ഇത് 3 വന്നാലും ഇതാണ് ആൻസർ. ഇതിന് സിമ്പിൾ ആയിട്ട് ഒരു കഥ പോലെ പഠിച്ചു വെക്കുക അല്ലെ. സിമ്പിൾ ആണ്. എന്താണ്? എവിടെയാണ് എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും തുടങ്ങി വെച്ച ആ ഒരു പ്രതിസന്ധി എല്ലാ രാജ്യങ്ങളിലേക്കും അല്ലെ, മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അത് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ഒരു വലിയൊരു ക്രൈസിസ് ആയി മാറി. അപ്പൊ ഈ ക്രൈസിസ് മൂലം എന്താ, നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷൻ കുറയുകയും അവിടെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഉണ്ടാവുകയും ചെയ്തു. കമ്പനികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. അപ്പൊ തൊഴിലില്ലായ്മ വർദ്ധിച്ചു അല്ലെ. അപ്പൊ ഒരിക്കലും ഒരു ഇക്കോണമിയും ഫുൾ എംപ്ലോയ്മെന്റ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് എന്ത്, നമ്മുടെ ജെഎം കെയ്ൻസിന്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അങ്ങനെയാണ് നമ്മുടെ മാക്രോ ഇക്കണോമിക്സ് ഉടലെടുത്തത്. മക്കളെ ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചെല്ലാവരും? സെറ്റ് ആണ് കഴിച്ച് കാണിച്ച്? കഥ പോലെ പഠിച്ചു വെക്കുക. പാരഗ്രാഫ് ഒക്കെ തിരിച്ച് നല്ല സെറ്റ് ആക്കി എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതാണ് ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ് 4 സെക്ടേഴ്സ്. എപ്പോഴും ചോദിക്കാറുണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ആകെ 4 സെക്ടറേ നമുക്ക് ഇക്കോണമിയിലുള്ളൂ അല്ലെ. ഏതൊക്കെ 4 സെക്ടർ? ഫേംസ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, ഗവൺമെന്റ് സെക്ടർ ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. ഈ എക്സ്റ്റേണൽ സെക്ടറിലാണ് നമുക്ക് എന്ത് വരിക? എക്സ്പോർട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടും വരിക കേട്ടോ. എക്സ്പോർട്ടും ഇമ്പോർട്ടും കേട്ടോ. എക്സ് പറഞ്ഞ എക്സ്പോർട്ട് ആണ്, എന്ന് പറഞ്ഞ ഇമ്പോർട്ട് ആണ്. നമുക്ക് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണെങ്കിൽ ഇതാ കുഴപ്പമില്ല. ഇതിന് നമുക്ക് ഈ 2 സെക്ടർ മാത്രമാണെങ്കിൽ 2 സെക്ടർ എന്ന് പറയുന്നു, 3 ആണെങ്കിൽ 3 സെക്ടർ, 4 സെക്ടർ. അങ്ങനെയാണെങ്കിൽ പല ക്വസ്റ്റിനും കാണാറില്ലേ 2 സെക്ടർ ഇക്കോണമിയിൽ അഗ്രഗേറ്റ് ഇൻകം എത്ര ആണെന്ന് പറഞ്ഞ് ചോദിക്കാറില്ലേ. ആ 2 സെക്ടർ ഉദ്ദേശിക്കുന്നത് ഏതാ? ഫേമും ഹൗസ് ഹോൾഡ്. 3 സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൂടി വരും. 4 സെക്ടർ ആണെങ്കിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കൂടി വരും. ഓക്കെ അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്താണ്? ഐഡന്റിഫൈ ദ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ഫ്രം ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അത് ഏത് സെക്ടറിന്റെ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സബ്സിഡി ഈസ് അനൗൺസ്ഡ്. ആരാണ് സബ്സിഡി കൊണ്ടുവരാ? ആരാണ് മക്കളെ സബ്സിഡി അനൗൺസ് ചെയ്യുന്ന? ആരായിരിക്കും സബ്സിഡി അനൗൺസ് ചെയ്യാ? ഏത് സെക്ടർ സബ്സിഡി അനൗൺസ് ചെയ്യാ? ആര് പറയും? ആൻഡ്രിയ. സബ്സിഡി കൊടുക്കുന്ന ആരാടാ? റേഷൻ കടയാണ്. അതെ. അപ്പൊ ഏത് സെക്ടർ അവിടെ? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് സെക്ടർ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി പീപ്പിൾ ബൈ മോർ ഗുഡ്സ് അല്ലേ. അതായത് പീപ്പിൾസ് എന്ത് ചെയ്യുന്നു? കൂടുതൽ ഗുഡ്സ് വാങ്ങുന്നു അല്ലെ. അങ്ങനെയല്ല പറഞ്ഞേ. അപ്പൊ അത് ഏത് സെക്ടർ ആയിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ഏത് പീപ്പിൾ എവിടുന്ന വരുന്ന പീപ്പിൾ നോക്കിയാൽ മതി അല്ലെ. ആര് പറയും? അഭിഷേക് ടിആർ. അഭിഷേക് ടിആറിനെ ഇന്നലെ കണ്ടില്ല. അഭിഷേക് ടിആറെ വീട്ടിലൊന്നും പഠിക്കുന്നില്ലേ? മൈക്രോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാടാ? മാക്രോ പറഞ്ഞോ. ഇതിന് ആൻസർ എന്താ? പീപ്പിൾസ് ബൈ മോർ ഗുഡ്സ് എന്ന് പറയുമ്പോ അത് ഏത് സെക്ടർ വരിക? ഏതാ? ഫേംസ് ആണോ? പീപ്പിൾ എന്ന് പറഞ്ഞ ആരാ?
അപ്പൊ എന്താണ് സെക്ടർ വരിക? എടാ ആളുകൾ എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ആൾക്കാരാ? അപ്പൊ ഏതാണ് ആൻസർ? ഹൗസ് ഹോൾഡ്. കേട്ടോ, നന്നായി പഠിക്കുന്ന ഒരു എക്സാം കൂടി ഉള്ളൂ, അതുകൂടി പഠിച്ചാ പോരെ. ഇത് പഠിക്കണ്ടല്ലോ പ്ലസ് 2. കേട്ടോ, എല്ലാവർക്കും കൂടിയിട്ടാണ്. നന്നായി പഠിക്കുക കേട്ടോ. നന്നായി ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾക്ക് ഉത്തരം തന്നെ കിട്ടും. അപ്പൊ പീപ്പിൾസ് ബൈ മോർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് ആണ്. ക്ലിയർ ആണെങ്കിൽ വിഷയം കാണിച്ച എല്ലാവരും. ആഷിഖ് ഫാഹി ഇന്നലെ കണ്ടില്ല അവന്. ഓക്കെ, അടുത്തിലേക്ക് ഉണ്ടായിരുന്നോ? അടുത്തതാണ് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും ഡിഫറൻസ് ആണ് മക്കളെ. ഇത് എന്തായാലും ചിലപ്പോ ഗ്രൂപ്പ് ചെയ്യാൻ, അതായത് ഗ്രൂപ്പ് ചെയ്യാനും ചോദിക്കാം, ഡിഫറൻസും ചോദിക്കാം. ഓക്കെ, മൈക്രോ ഇക്കണോമിക്സ് പറഞ്ഞ സ്റ്റഡീസ് അബൌട്ട് സ്മോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് അല്ലെ. അത് ചെറിയ ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ. അപ്പൊ എന്താണ് മാക്രോ? മാക്രോ എന്ന് പറയുമ്പോൾ ആ എല്ലാ യൂണിറ്റുകളും കൂടെ ഒരുമിച്ച് പഠിക്കുന്നതാണ് അല്ലെ. ഇക്കോണമിനെ മുഴുവനായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് മാക്രോയിൽ വരുന്നത്. മൈക്രോ ഇക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി, ഡിമാൻഡ് തിയറി എന്നൊക്കെ പറയാറ്, കോസ്റ്റ് തിയറി എന്നൊക്കെ മൈക്രോ ഇക്കണോമിക്സിനെ പറയാറുണ്ട്. മാക്രോനാണെങ്കിലോ? മാക്രോനാണെങ്കിൽ നമ്മൾ ഇൻകം തിയറി അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നാണ് പറയാ കേട്ടോ. ഇനി മൈക്രോയില് നമ്മൾ പറഞ്ഞ ഓരോ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കണം അല്ലെ. അപ്പൊ പ്രൊഡ്യൂസറിനെ കുറിച്ച് പഠിക്കുക, കൺസ്യൂമറിനെ കുറിച്ച് പഠിക്കുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുക, ഇതൊക്കെ മൈക്രോ ആണ്. മാക്രോ എന്ന് പറഞ്ഞാലോ? മാക്രോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന മാക്രോ എക്കണോമിക് ഏജന്റുകളില്ലേ, അതായത് ഗവൺമെന്റ്, നമ്മളെ സെൻട്രൽ ബാങ്ക്, അങ്ങനെയുള്ള ഏജന്റുകളെ കുറിച്ചാണ് നമ്മൾ മാക്രോയിൽ പഠിക്കുന്നത്. മൈക്രോയിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്? ഡിമാൻഡ് തിയറി വരുന്നുണ്ട്, മാർക്കറ്റിംഗ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മൈക്രോ എക്കണോമിക്സിലെ ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുന്നു, സപ്ലൈനെ കുറിച്ച് പഠിക്കുന്നു, ഈക്വലിബ്രിയത്തെ കുറിച്ച് പഠിക്കുന്നു, ഇതൊക്കെ മൈക്രോ ആണ്. മാക്രോയിൽ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ പഠിക്കണേ? മാക്രോയിൽ നമ്മൾ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ മണി സപ്ലൈ വരും, അതുപോലെ മോണിറ്ററി പോളിസി വരും, പിന്നെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഫിസ്ക്കൽ പോളിസി, അതെല്ലാം മാക്രോന്റെ ഭാഗത്താണ്. മക്കളെ ഗ്രൂപ്പ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു ഐറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാവണം അത് മൈക്രോ ആണ് മാക്രോ ആണെന്ന്. ഫോർ എക്സാമ്പിൾ ഒരു പേനയുടെ പ്രൈസ്, ഒരു പെന്നിന്റെ പ്രൈസ് അല്ലെ, അത് പ്രൈസ് ഓഫ് എ പെൻ, അതെന്താ വരിക? ഒരു പെന്നല്ല, അപ്പൊ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് അല്ലെ, അത് മൈക്രോ ആണ് അല്ലെ. അതുപോലെ ടോട്ടൽ പ്രൈസ് അല്ലെങ്കിൽ ടോട്ടൽ ഫേം എന്നൊക്കെ പറയുമ്പോൾ മാക്രോ വരും. ജനറൽ പ്രൈസ് ലെവൽ മാക്രോ ആണ്. ടോട്ടൽ എക്സ്പോർട്ട് മാക്രോ ആണ്. ടോട്ടൽ ഇമ്പോർട്ട് മാക്രോ ആണ്. ഒരു ടീച്ചറുടെ സാലറി മൈക്രോ ആണ്. അതൊക്കെ പഠിച്ചു വെക്കേണ്ടല്ലോ. നാഷണൽ ഇൻകം എന്താണ്? മാക്രോ ആണ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും ഗ്രൂപ്പ് ചെയ്യാൻ ക്ലിയർ ആയില്ലേ? അങ്ങനെ കുറെ തന്നിട്ട് അത് ഗ്രൂപ്പ് ചെയ്യാൻ പറയും. മൈക്രോ മാക്രോ തരംതിരിക്കാനായിട്ട് പറയും. പഠിച്ചു പോവാ, ഷുവർ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ഓക്കെ മക്കളെ, ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും പഠിക്കുക. ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 അല്ലെങ്കിൽ 1930 അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ്. അതിനെ അടുത്ത സാറ് ടീച്ചർ എമർജൻസ് പറഞ്ഞാൽ എവല്യൂഷൻ തന്നെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കാൻ ഇനി മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക അല്ലെ. ഓക്കെ, റൈറ്റ് ഈ ഷോർട്ട് നോട്ട് ഓൺ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെയിം ദ 4 സെക്ടേഴ്സ് ഓഫ് an economy. ഇക്കോണമി 4 സെക്ടർ എല്ലാവർക്കും അറിയാലോ. പോളാലപ്പാട്ട് അറിയില്ല 4 സെക്ടർ ഏതൊക്കെയാന്ന് പറഞ്ഞേ? പോളാലപ്പാട്ട്. അതൊക്കെ എനിക്ക് അറിയാം. പറഞ്ഞു നോക്കട്ടെ, ഏതൊക്കെയാ 4 സെക്ടറുകള്? പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടറാ? എടാ ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ കേട്ടോ. എക്സ്റ്റേണൽ സെക്ടർ അതെന്തായാലും പഠിച്ച പോലെ 2 മാർക്കിലൊക്കെ ചോദിക്കും കേട്ടോ. ഫോറിൻ സെക്ടർ എന്ന് പറഞ്ഞാലും മതി, എക്സ്റ്റേണൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇതിലല്ലേ പറയാൻ വന്ന എബിൻ? Okay, next, modern macroeconomics is the offshoot of the Great Depression of 1929. Write any 3 points to support the statement. നമുക്ക് അതന്നെ പറയാം അല്ലേ? ഇതിന്റെ തന്നെ വേറെ പാറ്റേൺ ആണ്. ഗ്രേറ്റ് ഡിപ്രഷന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. Distinguish between micro and macro എഴുതാ. Classify the following into micro economics and macro. മൈക്രോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുക, മാക്രോ ഇങ്ങനെ കാണിക്കുക കേട്ടോ. മൈക്രോ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണേ, മാക്രോ ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇന്റർനാഷണൽ ട്രേഡ് ഏതാ? മൈക്രോ ആണോ മാക്രോ ആണോ? കാണിച്ചെല്ലാവരും. കുറെ പേര് കാണിക്കുന്നില്ല. കുറെ പേര് മാക്രോ എന്ന് കാണിക്കുന്നുണ്ട്. അവര് തിന്നോണ്ടിരിക്കുന്ന ഓക്കെ, മാക്രോ ആണല്ലേ. ഇന്റർനാഷണൽ ആണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് വരും? നമുക്കറിയാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ വരും. അപ്പൊ മാക്രോ ആണ്. പ്രൈസ് തിയറി പറഞ്ഞേ, ഏതാ? മൈക്രോ ആണ് മാക്രോ ആണോ? മൈക്രോ ആണോ മാക്രോ ആണോ? പ്രൈസ് തിയറി ആൻസീറ്റ. പ്രൈസ് തിയറി മൈക്രോ ഇക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ്
മൈക്രോ അല്ലേ? അല്ലേ? യെസ്. എക്കണോമിക് ഗ്രോത്ത് ആണ് ഇക്കോണമി മൊത്തമായിട്ട് എഫക്ട് ചെയ്യാൻ നോക്കുക. മൈക്രോ ആണോ മാക്രോ ആണോ? എക്കണോമിക് ഗ്രോത്ത്. യെസ്, ദാറ്റ് ഈസ് മാക്രോ എക്കണോമിക്സ് ആണ് അല്ലെ. ഇനി പാർഷ്യൽ ഈക്വിലിബ്രിയം അല്ലെ. ഈക്വിലിബ്രിയം എവിടെയാ പഠിക്കണം ടീച്ചറെ? ഇക്വിലിബ്രിയം നമുക്ക് എന്താ ഒരു മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം നമ്മൾ നോക്കുന്നുണ്ട്, അത് മൈക്രോയിൽ നോക്കുന്നുണ്ട്. അല്ലാതെ ടോട്ടൽ ഇക്വിലിബ്രിയം ഉണ്ട്, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? പാർഷ്യൽ ആണ്. മൈക്രോ ആണോ മാക്രോ ആണോ മക്കളെ? അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ഡിമാൻഡ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം എന്നല്ലേ അർത്ഥം. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് മൈക്രോ ആണോ മാക്രോ ആണോ? എവിടെ പഠിക്കണെന്ന് ഓർത്താൽ മതി. അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്, മാക്രോയിൽ നോക്കിയാൽ മതി. അപ്പൊ ഏതാ? മാക്രോ. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, റിസോഴ്സസിന്റെ അലോക്കേഷൻ എവിടെയാ? മൈക്രോ ആണോ മാക്രോ ആണോ? റിസോഴ്സസിന്റെ അലോക്കേഷൻ കാണിക്കുമ്പോൾ അതറിയില്ല അവർക്ക്. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് മാക്രോ എന്ന് പറയുന്നുണ്ട്. ആരാണ്? അഭിനന്ദാണ് മാക്രോ എന്ന് പറയുന്നത് ടീച്ചറെ. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്താ ലക്ഷ്മി? പറയൂ. മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ? യെസ്. ഏതാണ് ടീച്ചർ ഉത്തരം? മൈക്രോ. കാരണം നമ്മള് റിസോഴ്സിനെ നമ്മള് ഡിവൈഡ് ചെയ്യുന്ന പഠിക്കുന്നില്ലേ, നമ്മള് വാട്ട് ടു പ്രൊഡ്യൂസ് അവിടെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ. റിസോഴ്സസ് ഓൾട്ടർനേറ്റ് മറ്റേ പറയുന്നുണ്ടല്ലോ, എക്കണോമിക് പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്. അത് മൈക്രോ ആണ് കേട്ടോ. അപ്പൊ റിസോഴ്സിന്റെ അലോക്കേഷൻ പറഞ്ഞാൽ മൈക്രോ ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും. നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ സൂര്യദേവി ക്ലിയർ അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ വളരെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇതിനകത്ത് ഫസ്റ്റ് പറയുന്ന ടോപ്പിക്കിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. 1 മാർക്കിന്റെ വരാം, 2 മാർക്കിന്റെ വരാം. ഫൈനൽ ഗുഡ്, ഇന്റർമീഡിയറ്റ് ഗുഡ്, കൺസംപ്ഷൻ ഗുഡ്, ക്യാപിറ്റൽ ഗുഡ്, ഇത് എന്തായാലും പഠിച്ചു. ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൺസ്യൂമർ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡാണ് അല്ലെ. അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മറ്റൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കടത്തി വരേണ്ട കാര്യമില്ല, നേരിട്ട് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ റെഡിമെയ്ഡ് ഡ്രസ് എന്ന് പറഞ്ഞ ഒരു ഫൈനൽ ഗുഡ് ആണ് അല്ലെ. നേരിട്ട് വാങ്ങി ഉപയോഗിക്കാം, അതാണ് ഫൈനൽ ഗുഡ്. പക്ഷെ ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാലോ, അത് നമ്മൾ ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുക. നമ്മൾ പറഞ്ഞു റെഡിമെയ്ഡ് ഡ്രസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കോട്ടൺ വേണം, അല്ലെങ്കിൽ യാൺ വേണം, ഇതൊക്കെയാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ച എല്ലാവരും എക്സാമ്പിൾസും പഠിച്ചു വെച്ചോ കേട്ടോ. എക്സാമ്പിൾ പഠിക്കാം കേട്ടോ. നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ് ഫൈനൽ ഗുഡ്. ഈ ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഗുഡാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അടുത്ത ഗുഡ്സ് കാണിച്ചറിയാം. നെക്സ്റ്റ് നമുക്ക് ഗുഡ്സ്, കൺസംപ്ഷൻ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. ഈ കൺസംപ്ഷൻ ഗുഡ് എന്താണ്? ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ ഗുഡ് പോലെ തന്നെയാണ് കേട്ടോ. ഫൈനൽ ഗുഡ് പോലെ തന്നെ നമുക്ക് നേരിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡാണ് കൺസംപ്ഷൻ ഗുഡ്. അതിന് രണ്ടായി തരംതിരിക്കുക. സർവീസസ് വരും അല്ലേ? സർവീസും വരും. ഈ കൺസംപ്ഷൻ ഗുഡിനെ നമുക്ക് വീണ്ടും ഡ്യൂറബിൾ ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഉണ്ട്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. മനസ്സിലായോ? ഒരു വട്ടം വാങ്ങിയാൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സ് ആണ് ഡ്യൂറബിൾ. ഇപ്പൊ TV, AC, റെഫ്രിജറേറ്റർ, ഇതൊക്കെ ഡ്യൂറബിൾ ആണ്. നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചു കാലം മാത്രമേ. അതിന് പെരിഷബിൾ ഗുഡ്സ് പറഞ്ഞാൽ ഏകദേശം സെയിം തന്നെയാണ് അല്ലെ. വേഗത്തിൽ കേടായി പോകുന്ന സാധനമാണ് പെരിഷബിൾ. ഓർത്ത് കേട്ടോ മക്കളെ, പെരിഷബിൾ എന്ന് പറഞ്ഞാൽ അത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്, പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങളാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ മിൽക്ക്, വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് നോൺ ഡ്യൂറബിൾ ഗുഡ്സിൽ പെടുത്താം. ഇനി ഗുഡ്സ് വിച്ച് ആർ വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡസ് നോട്ട് അണ്ടർഗോ എനി ട്രാൻസ്ഫോർമേഷൻ ബട്ട് ആർ യൂസ്ഡ് അഗൈൻ ആൻഡ് അഗൈൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്. അതായത് ഒരു വട്ടം നമ്മൾ ഒരു ഗുഡ് വാങ്ങി, ആ ഗുഡ് നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും 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 ഉപയോഗിക്കും. അങ്ങനെയുള്ള ഗുഡാണ് ക്യാപിറ്റൽ ഗുഡ്. ഇപ്പൊ മെഷീനറി, ഒരു കമ്പനിയിലെ മെഷീനറി, ഫാക്ടറികള്, ബിൽഡിംഗ്, അതൊക്കെ ഗുഡ്സ്. ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. തെറ്റിക്കരുത് കേട്ടോ. മെഷീനറിക്കാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാല് എന്താവാം? ക്യാപിറ്റൽ ഗുഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഗുഡ്സുകൾ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് കൺസംപ്ഷൻ ഗുഡ് ആവുന്നു. അത് ടാക്സി ആയിട്ട് കാർ മേടിച്ചിട്ട് ഇപ്പൊ പേഴ്സണൽ യൂസിന് ഉപയോഗിച്ച് കൺസംപ്ഷൻ ഗുഡ് ആവും. ടാക്സി പർപ്പസ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഗുഡ്സ് ആവും കേട്ടോ. അപ്പൊ ഒരു ഗുഡ് തന്നെ രണ്ടും ആവാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക് ആണ് ഡിപ്രീസിയേഷൻ. നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ അക്കൗണ്ടൻസിൽ ഡിപ്രീസിയേഷൻ പഠിക്കുന്നുണ്ട്. ഡിപ്രീസിയേഷൻ പറഞ്ഞ എന്താ? ഒരാളെ വിളിച്ച് സാറേ ആരും എന്താ ഡിപ്രീസിയേഷൻ പറഞ്ഞു കൊടുത്തടാ? വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? തേയ്മാനം പറയാ. ഫിക്സഡ് അസറ്റ് അല്ലെ. ക്യാപിറ്റൽ ഗുഡ്സുകളൊക്കെ നമ്മള് ക്യാപിറ്റൽ ഗുഡ്സുകൾക്കല്ലേ സാധനം കൂടുതൽ സംഭവിക്കുക. അപ്പൊ നമ്മൾ മെഷീനറി പോലെയുള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാല്യൂ കുറഞ്ഞു വരും അല്ലെ. അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. എന്താണ് മക്കളെ നാഷണൽ ഇൻകം? GDP അതേ ഡെഫിനിഷൻ.
നാഷണൽ ഇൻകം നിങ്ങൾ പ്ലസ് 1 തൊട്ട് പഠിക്കുന്നുണ്ടല്ലോ, ടീച്ചറെ പറഞ്ഞ നാഷണൽ ഇൻകം എന്താ? നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിന്റെ രൂപത്തിലുള്ള മൂല്യമാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായ മക്കളെ? GDP ചോദിച്ചാൽ തന്നെ എഴുതാം കേട്ടോ. ഇറ്റ് ഈസ് എ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ ആൻ ഇക്കോണമി ഇൻ ആൻ ഇയർ. കണ്ടോ, ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെ പണമൂല്യമാണ് നാഷണൽ ഇൻകം. അപ്പൊ GDP ചോദിച്ചാലും ഈ ഡെഫിനേഷൻ എഴുതിയാൽ മതി. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, NFI കൂടി വരും ഇതിനകത്ത് ശരിക്കും കേട്ടോ. NFI ഇല്ല, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്, പുറത്തു നിന്നുള്ള വരുമാനം കൂടി കൂട്ടേണ്ടി വരും. എപ്പോഴേ നമുക്ക് നാഷണൽ ഇൻകം കിട്ടും. കിട്ടിയ ദേവദർശൻ, ഒരു ഇക്കോണമിയിലെ മൊത്തം വാല്യൂ എന്താണ്? GDP ആണ്. അതിന്റെ കൂടെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്, പുറത്തു നിന്നുള്ള വരുമാനം കൂടി കൂട്ടുമ്പോഴാണ് നാഷണൽ ഇൻകം. സെറ്റാണോ? സെറ്റാണ് ജയിച്ച് കാണിച്ച എല്ലാവരും. ഇന്നലെ ദേവദർശൻ ഉണ്ടായിരുന്നില്ല, ഏതും സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല. ഓക്കെ, അടുത്തത് ഡബിൾ കൗണ്ടിങ്. എന്താണ് ദേവദർശൻ കയറാഞ്ഞത്? കണ്ടോ വീഡിയോ? ഓക്കെ, ഡബിൾ കൗണ്ടിങ് ആണ് അല്ലെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ ആണ് അല്ലെ. ഓരോ സാധനങ്ങളുടെ സേവന പണത്തിന്റെ വാല്യൂ ആണ് നാഷണൽ ഇൻകം. അപ്പൊ നമ്മളിങ്ങനെ വാല്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാൻ ടീച്ചറേ? വാല്യൂ ചെയ്യുമ്പോൾ ഫൈനൽ ഗുഡ്സിന്റെ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂയും കൂടി ചിലപ്പോൾ കണക്കാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഗുഡ് തന്നെ വീണ്ടും വീണ്ടും ആ ഗുഡിന്റെ മൂല്യം നമ്മൾ കണക്ക് കൂട്ടും. അപ്പോഴാണ് എന്തുണ്ടാവുക? ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവുക. മനസ്സിലായ മക്കളെ? നാഷണൽ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, നാഷണൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ ഒരു വസ്തു, ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. ക്ലിയർ ആണ് കാണിച്ച എല്ലാവരും? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പേപ്പറിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാർക്ക് ടോട്ടൽ ചെയ്തപ്പോ എന്ത് ചെയ്തു? ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന്റെ മാർക്ക് 2 തവണ കൗണ്ട് ചെയ്തു. മനസ്സിലായില്ലേ? അത് ഡബിൾ കൗണ്ടിങ് അല്ലേ? ആ സംഭവം തന്നെ. അപ്പോ ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ നാഷണൽ ഇൻകത്തിൽ കൗണ്ട് ചെയ്താൽ അത് ഡബിൾ കൗണ്ടിങ് ആണ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും? ഇനി ഇൻവെന്ററി. ഇൻവെന്ററി ഒരു സ്റ്റോക്ക് ആണ്. എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ? ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ഒരു ഫേം ഇപ്പൊ ഒരു വർഷം ഒരു ഇത്ര എമൗണ്ട് ഓഫ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ ആ വർഷത്തിന്റെ അവസാനം ആയപ്പോൾ മുഴുവൻ സാധനം വിറ്റ് പോയില്ല. അപ്പൊ വിറ്റ് പോവാതെ അവിടെ ഉണ്ടല്ലോ കുറച്ച് സാധനം സ്റ്റോക്ക് ആയിട്ട്, അതിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് വിളിക്കുക. അത് ഫേം അടുത്ത വർഷത്തേക്ക് ക്യാരി ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയില്ലേ? അക്കൗണ്ടൻസിയില് വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അതാണ് ഇൻവെന്ററി. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും? അപ്പൊ ചേഞ്ച് ഇൻ ഇൻവെന്ററി എങ്ങനെ കാണാം? നമ്മൾ എത്രത്തോളമാണോ ഈ വർഷം ഉൽപ്പാദിപ്പിച്ചത് അതിൽ നിന്നും എന്ത് ചെയ്യുക? വിറ്റ സാധനങ്ങൾ സെയിൽ ചെയ്ത് കുറച്ച് ബാക്കിയുള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പ്രൊഡക്ഷനിൽ നിന്ന് സെയിൽ കുറയ്ക്കുക. ഇതാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി. സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? അടുത്ത കാണിച്ചോളൂ, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. മക്കളെ സ്റ്റോക്കും ഫ്ലോയും പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കൊരു മോഡൽ എക്സാമിന് എന്തോ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ സ്റ്റോക്കും ഫ്ലോയും നന്നായിട്ട് നോക്കുക. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എൻ എക്കണോമിക് വേരിയബിൾ വിച്ച് ക്യാൻ ബി മെഷർഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ശ്രദ്ധിക്കുക, പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആണ് സ്റ്റോക്ക്. അപ്പൊ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം കണ്ടാൽ അത് സ്റ്റോക്ക് ആണ്. അപ്പൊ എന്താണ് ഫ്ലോ എന്ന് പറഞ്ഞാൽ? ഫ്ലോ എന്ന് പറയുമ്പോൾ അത് പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് അളക്കാൻ പറ്റില്ല. പകരം എന്താ? ഒരു പീരിയഡിൽ, ഒരു കാലയളവിലാണ് നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ അതെന്താണ്? അത് ഫ്ലോ വേരിയബിൾ ആണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ പീരീഡ് ഓഫ് ടൈം, ഓവർ എ പീരീഡ് ഓഫ് ടൈം കണ്ടാൽ അത് ഫ്ലോയും, പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം കണ്ടാൽ അത് സ്റ്റോക്സും ആണ്. ഇനി ഇതിന് നോട്ട് ടൈം പീരീഡ് അല്ലെ? ഇതിന് എന്തില്ല? സമയപരിധി ഇല്ല സ്റ്റോക്കിന്. പക്ഷെ ഫ്ലോ ആണെങ്കിലോ അതിന് ടൈം പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ ടൈം ലിമിറ്റ് ഉണ്ട്. കാരണം എന്താ? ഒരു പീരീഡിലല്ലേ നമ്മൾ അതിനെ മെഷർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതിന് ടൈം ഡയമെൻഷൻ അല്ലെങ്കിൽ ടൈം ലിമിറ്റ് ഉണ്ട്. ഇത് സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ് കേട്ടോ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. ഫ്ലോ എന്ന് പറഞ്ഞാലോ? ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡൈനമിക് കോൺസെപ്റ്റ് ആണ്. അതായത് അതിന് ഫ്ലോ ഉണ്ട്, അത് മാറ്റമുണ്ട്. ഇത് ഫിക്സഡ് ആണെങ്കിൽ ഇത് വേരിയബിൾ ആണ്. മനസ്സിലായോ? ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഇതിന് നമുക്ക് എക്സാമ്പിൾ, സ്റ്റോക്കിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കാം മക്കളെ. നേരത്തെ മൈക്രോ മാക്രോ ക്ലാസിഫൈ ചെയ്തതുപോലെ നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ട് സ്റ്റോക്ക് എന്നും ഫ്ലോ എന്നും ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. എന്തൊക്കെ ഐറ്റംസ് ആ? വെൽത്ത് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആണ്, മണി സപ്ലൈ സ്റ്റോക്ക് ആണ്, ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്, പിന്നെ എന്തൊക്കെ വരാം? ഇൻകം ഫ്ലോ ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ ആണ്, കൺസംഷൻ ഫ്ലോ ആണ്. മക്കൾ അപ്പൊ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് സ്റ്റോക്കും ഫ്ലോ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറയും കേട്ടോ. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും? അപ്പൊ ഇവിടെ ഈ ഒരു ടോപ്പിക്കിന്റെ അടുത്താണ് നമുക്ക് ലീക്കേജും ഇൻജങ്ഷനും പഠിക്കാനുള്ളത് അല്ലെ? മക്കളെ ലീക്കേജും ഇൻജങ്ഷൻ എന്ന് പറയുന്ന രണ്ട് ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് ചെറിയൊരു ബോക്സിനകത്ത് നമ്മുടെ ജോൺസൺ കെ ജോയ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ആർക്കെങ്കിലും അറിയോ ലീക്കേജ് ആൻഡ് ഇൻജങ്ഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ കാണിച്ചേ. ആർക്കും അറിയില്ല. പറഞ്ഞോ.
അർജുന നിനക്ക് വേണ്ടി ലീക്കേജ് ഒരു ഇഞ്ചക്ഷൻ പറയാണ്. അപ്പൊ ലീക്കേജ് എന്ന് പറഞ്ഞാൽ ലീക്ക് ആവാ അല്ലെ? അതെ, നമ്മളുടെ ഇക്കോണമിന്ന് പണം ചോർന്ന് വേറെ കൺട്രിയിലോട്ടോ വല്ലോ പോവുക, അവ ലീക്കായി പോവാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇമ്പോർട്ട് പറയാൻ പറ്റില്ലേ? നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കൈവശമുള്ള പണം വേറെ രാജ്യത്തോട്ട് ഒഴുകാണ്. അത് എന്താ? അത് എക്സാമ്പിൾ ഓഫ് ലീക്കേജ് ആണ് കേട്ടോ. മനസ്സിലായോ? അപ്പൊ ലീക്കേജ് ക്ലിയർ ആയില്ല മക്കളെ. ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് ലീക്കേജ് വരിക. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പൈസ അങ്ങോട്ട് പോലെ ഫോറിൻ കൺട്രീസിലേക്ക് പോകും. അപ്പൊ നമ്മുടെ പൈസ ലീക്ക് ആയി പോകും അല്ലെ? അതാണ് ലീക്കേജ്. ക്ലിയർ ആണ് കേസ് കാണിച്ചേ? ലീക്കേജ് ക്ലിയർ ആണ് കേസ് കാണിച്ചേ? യെസ്. അപ്പൊ എന്താണ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്, നമ്മുടെ ഇങ്ങോട്ട് ഇൻകം ഒഴുകുന്നതാണ് എന്ത് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇഞ്ചക്ഷൻ ചെയ്യാൻ നമുക്ക് അറിയില്ല, അപ്പൊ ഇങ്ങോട്ട് വരില്ല ചെയ്യാൻ. അപ്പൊ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഇവിടുത്തെ ഗുഡ്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യത്തെ പൈസ നമ്മുടെ ഇന്ത്യയിലോട്ട് വരും. അതാണ് എന്ത് ഇഞ്ചക്ഷൻ. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? സെറ്റ് അല്ലേ? ചിലപ്പോ പറയാൻ പറ്റില്ല, വരാം. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. മക്കൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി പഠിച്ചിട്ട് പോവുക. ഇത് 2 സെക്ടർ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 3 സെക്ടർ ഒന്നുമില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇത് കളഞ്ഞതാണ്. 2 സെക്ടർ ആണ്. ഏതൊക്കെയാണ്? ഫേമും ഹൗസ് ഹോൾഡും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഹൗസ് ഹോൾഡ് എന്തിയാണ്? ഹൗസ് ഹോൾഡ് മുകളിലേക്ക് ഇട്ടേക്കണം. ഓക്കെ മക്കളെ, ഇത് ഈ ഭാഗം വേണമെങ്കിൽ അടിയിലോട്ട് വരയ്ക്കാം, ഇത് മുകളിലേക്ക് അങ്ങനെ വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ വരച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ വരച്ചാലും മാർക്ക് കിട്ടും. പക്ഷേ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എഴുതുന്ന സൈഡിൽ തന്നെ എന്ത് ചെയ്യാം? അതിന്റെ റിവാർഡും എഴുതാം കേട്ടോ. ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് താഴെ വേണമെങ്കിൽ എഴുതാം, അങ്ങനെ കറക്റ്റ് ആണ്. അതുപോലെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, ആരോ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇത് എവിടെ നിന്നാണ് വരിക? ഒരു കുടുംബത്തിൽ നിന്നാണ് സ്ഥാപനത്തിലേക്ക് വരിക അല്ലെ? അപ്പൊ ഹൗസ് ഹോൾഡിൽ നിന്നാണ് എങ്ങോട്ട് വരിക? ബിസിനസ്സിലോട്ട്, ഫേമിലോട്ട് വരിക. അപ്പൊ ആരോ മാർക്ക് ഇവിടെ വരയ്ക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണ് കൈവിഷം കാണിച്ച എല്ലാവരും? യെസ്. അപ്പൊ ഈ ഫാക്ടറികൾ കൊടുക്കുമ്പോൾ അതിന്റെ റിവാർഡ്, പ്രതിഫലം. അപ്പൊ ലാൻഡിന് എന്താ കൊടുക്കേണ്ടി സാറേ? ലാൻഡിന് റെന്റ് കൊടുക്കും. ലേബറിനാണെങ്കിലോ? ലേബറിന് വേജ് ആണ് കൊടുക്കുക. ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആണ്. പ്രോഫിറ്റ് കൊടുക്കും. അത് നേരെ തിരിച്ച് ബിസിനസ് അല്ലേ ഈ കുടുംബത്തിന് കൊടുക്കുക? അതാണ് നേരെ തിരിച്ച്. അപ്പൊ ഇങ്ങോട്ട് ആരോ മാർക്ക്. ഇത് പണത്തിന്റെ രൂപത്തിലായതുകൊണ്ട് ഇതിനെ മണി ഫ്ലോ എന്നാണ് പറയാ കേട്ടോ. മണി ഫോമിൽ വരുന്നൊക്കെ മണി ഫ്ലോ ആണ്. മുകളിലത്തെ എന്താണ്? റിയൽ ഫ്ലോ ആണ്. അപ്പൊ 2 ഫ്ലോ ഇവിടെ ഉണ്ട്. മുകളിൽ കൊടുക്കുന്ന ഫാക്ടേഴ്സ് റിയൽ ഫ്ലോയും അത് റിവാർഡ് മണി ഫ്ലോയും ആണ്. ക്ലിയർ ആണ് കൈസി കാണിച്ച എല്ലാവരും? ഈ മണി ഫ്ലോ വെച്ചിട്ടാണ് ശരിക്കും നാഷണൽ ഇൻകം കാണാൻ. ഇൻകം മെത്തേഡ് ഇല്ലേ മക്കളെ? ഇൻകം മെത്തേഡ് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഇൻകം മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം കാണാനായിട്ട് ഈ ഒരു പോയിന്റ്, കാരണം ഏതൊരു എക്സാമിന് ഇങ്ങനെ ABC എന്ന് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ഇൻകം മെത്തേഡ് ചോദിച്ചിരുന്നു, ഈ ഡയഗ്രം തന്നിട്ട്. അപ്പൊ ഇതാണ് ഇൻകം മെത്തേഡ് കേട്ടോ. ഏത്? വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഒക്കെ വരില്ലേ? അതാണ് ഇൻകം മെത്തേഡ്. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ എന്താണ് ഡൗട്ടാണോ? അത് തരാം. അപ്പൊ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാണ്? ഈ ഫാക്ടർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും ടീച്ചറെ? ബിസിനസ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓരോന്നിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? അവർ ഉൽപാദനം നടത്തും അല്ലെ? അവിടെ സാധനങ്ങളും സേവനങ്ങളൊക്കെ ഉൽപാദിപ്പിക്കും, പ്രൊഡ്യൂസ് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ട്? ഹൗസ് ഹോൾഡ്. അപ്പൊ ഒരുണ്ടാക്കിയ സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആർക്ക് കൊടുക്കും? നേരെ തിരിച്ച് ഹൗസ് ഹോൾഡിന് കൊടുക്കും. അപ്പൊ അതിന്റെ പൈസ, എക്സ്പെൻഡിച്ചർ, അത് നേരെ തിരിച്ച് ഹൗസ് ഹോൾഡ് ആർക്ക് കൊടുക്കും? ബിസിനസ് കൊടുക്കും. ഇത് മണി അല്ലേ മക്കളെ? മണി ഫോമിലല്ലേ? അതുകൊണ്ട് ഇത് മണി ഫ്ലോയും ഇത് റിയൽ ഫ്ലോയും. ക്ലിയർ ആണ് കൈസി കാണിച്ച എല്ലാവരും? മക്കളൊരു കാര്യം പറയാൻ, ഞാൻ ഇത് 4 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിച്ച വെറുതെ വരച്ചു വെച്ചാൽ പോരാ, എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യണം. there are 2 sectors in an economy, firms and household. അങ്ങനെ പറഞ്ഞു തുടങ്ങണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈസി കാണിച്ച എല്ലാവരും? സെറ്റ് ആണെങ്കിൽ വിശദീകരണമൊക്കെ അവർക്ക് അറിയാം, നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ റിയൽ ഫ്ലോ, മണി ഫ്ലോ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ സാറേ. നെക്സ്റ്റ് ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ ഔട്ട്പുട്ടിന്റെ ഒരു ഭാഗമാണ് അല്ലെ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ഫൈനൽ ഔട്ട്പുട്ട് ദാറ്റ് കംപ്രൈസസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് മാത്രമുള്ളതാണ് അത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് റോഡ് വരും, റെയിൽവേസ് വരും, മെഷീൻസ്, ടൂൾസ്, ബിൽഡിങ്സ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ സൈഡിൽ നിന്ന് കൊടുക്കാം. മക്കളെ, ഈ റോഡ്, റെയിൽവേ, മെഷീൻസ് ഒക്കെ പറ, ടൂൾസ്, ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ പറയുക? ഡിപ്രീസിയേഷൻ വരാം അല്ലെ? അപ്പൊ അതിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ, അതായത് ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക. അപ്പൊ നന്നായി പഠിക്കുക. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാണാൻ ഇക്വേഷൻ എന്താ? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ഒരു വട്ടം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഫില്ല് ചെയ്യാനായിട്ട് നന്നായി പഠിച്ചിട്ട് പോവുക. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക. ക്ലിയർ ആണെങ്കിൽ കൈസി കാണിച്ച എല്ലാവരും? സെറ്റ് അല്ലേ? യെസ്.
നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. നമ്മളിപ്പോ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പഠിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡയറക്ട് ടാക്സും നെറ്റ് ഇൻഡയറക്ട് ടാക്സും പഠിക്കാം. എന്താണ് ഇൻഡയറക്ട് ടാക്സ് പറഞ്ഞാൽ? ദീസ് ടാക്സ് ആർ ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്. നിങ്ങൾക്ക് GST അറിയാലേ? GST ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്, എല്ലാവർക്കും അറിയാലോ. ആണെങ്കിൽ കാണിച്ച GST is an indirect tax അല്ലേ? അത് GSTയുടെ ഫുൾ ഫോം തന്നെ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ ഗുഡ്സിനും സർവീസിനും ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സ് ആണ് എന്ത്? ഇൻഡയറക്ട് ടാക്സ്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ നമുക്ക് പറയാം GST, ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണ്? കൈവശി കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? യെസ്. ഈ ഇൻഡയറക്ട് ടാക്സിൽ നിന്നും എന്ത് കുറയ്ക്കുമ്പോ സബ്സിഡി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. NIT എന്ന് പറയും കേട്ടോ. ചിലപ്പോൾ ഷോർട്ട് ആക്കി ചിലപ്പോൾ NIT കാണാൻ ചോദിക്കും. NIT എന്താണ്? NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും. സായി കൃഷ്ണ ക്ലിയർ അല്ലടാ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കാണാൻ? ആരെ വിളിക്കാം നമുക്ക്? ഇന്ദ്രജിത്തെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എങ്ങനെ കാണാടാ? NIT എങ്ങനെ കാണാം? ഇന്ദ്രജിത്തെ NIT എങ്ങനെ കാണാം? ഇന്ദ്രജിത്തെ NIT എങ്ങനെ കാണാം? അവൻ വിചാരിച്ചു AI ക്ലാസ് ആണല്ലോ, സാറ് വിളിക്കൂല എന്ന് വിചാരിച്ചിരുന്ന. ഇന്ദ്രജിത്ത് ശ്രദ്ധിക്കുന്നില്ലടാ ക്ലാസ്സില്? ശ്രദ്ധിച്ചിരിക്കട്ടോ. ഓക്കെ മകളെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. ചിലപ്പോൾ ഇതിനകത്ത് ഓട് കണ്ടൊക്കെ ചോദിക്കാം. ഇതിൽ പെടുന്ന ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാൻ വളരെ സിമ്പിൾ ആണ്. അതിൽ നമുക്ക് TR എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെ? TR ഷോർട്ട് ആക്കി നമുക്ക് TR എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ് കേട്ടോ. TR ടോട്ടൽ റവന്യൂ അല്ല, അത് വേറെ, അത് മൈക്രോ അല്ലേ. ട്രാൻസ്ഫർ പേയ്മെന്റ് നമ്മൾ TR എന്നാണ് പറയാം അല്ലെ? STR. എന്താണ് TR എന്ന് പറഞ്ഞാൽ? TR എന്ന് പറയുന്നത് ഒരു യൂണിലാറ്ററൽ പേയ്മെന്റ് ആണ്. അതായത് വൺ സൈഡ് പേയ്മെന്റ് ആണ്. അതായത് ഗവൺമെന്റ് ആണ് കൂടുതലും ട്രാൻസ്ഫർ പേയ്മെന്റ്സ് നടത്തുക. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യുക? തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഗവൺമെന്റ് നമ്മൾക്ക് തരുന്ന ആ ഒരു പേയ്മെന്റ്, അതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. നോ സർവീസ് ഒരു സേവനവും നമ്മൾ ചെയ്ത് കൊടുക്കാതെ ഗവൺമെന്റ് നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രം, വൺ സൈഡ് മാത്രം തരുന്ന പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. എക്സാമ്പിൾ ഓൾഡ് ഏജ് പെൻഷനിൽ വയസ്സായ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ഗവൺമെന്റ്. അതുപോലെ സ്കോളർഷിപ്പ്, നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും അല്ലേ? അപ്പൊ അതെന്താണ്? ഒരു ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ, തൊഴിലില്ലാ വേതനം. നിങ്ങൾക്ക് തൊഴിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഗവൺമെന്റ് ഒരു ഇത്ര എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് തരും. ഇതൊക്കെ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. ക്ലിയർ ആണെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് സെറ്റ് ആണെങ്കിൽ. അടുത്ത നമ്മുടെ 8 മാർക്കിന്റെ essay ക്വസ്റ്റിലോട്ട് നമുക്ക് പോകാം. 8 മാർക്കിന്റെ essay ക്വസ്റ്റൻ ആണ് GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാണാനായിട്ടുള്ള 3 മെത്തേഡ്. മക്കളെ, ഇത് എക്സാമിന് ചോദിച്ചാൽ നമ്മൾ ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം ഈ ഫിഗർ വരച്ച് വെച്ചോളൂ. മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ 3 ലൈൻ വരയ്ക്കുക കേട്ടോ. ഇത് ഇതേപോലെ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ പ്രസന്റ് ചെയ്യാം. ഷാനിയ കുഞ്ഞപ്പൻ നോക്കണം. ഷാനിയ കുഞ്ഞുമോൻ നാഷണൽ ഇൻകം കാണാനായിട്ടുള്ള 3 മെത്തേഡ് അറിയാലോ. ഏതൊക്കെയാ? പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇങ്ങനെ ആദ്യം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഓരോന്ന് ഹെഡിങ് തിരിച്ചു ചെയ്താൽ അല്ലെ? ഫസ്റ്റ് ഹെഡിങ് ഏത് സാറേ കാണിച്ചോ? ഫസ്റ്റ് പ്രോഡക്റ്റ് മെത്തേഡ് ആണ്. പ്രോഡക്റ്റ് മെത്തേഡിന് നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും. അതെന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡ് എന്നാണ്. പിന്നെ ഇവിടെ പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ എത്ര സാധനങ്ങളും സേവനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിന്റെ ടോട്ടൽ ആണ്, അഗ്രിഗേറ്റ് ആണ്, അതിന്റെ മൂല്യത്തിന്റെ ടോട്ടൽ നമ്മൾ എടുക്കും. അതാണ് പ്രോഡക്റ്റ് മെത്തേഡ്. അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡിൽ എന്താണ് നാഷണൽ ഇൻകം കണക്ക് കൂട്ടുന്നത്. അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻടു ക്വാണ്ടിറ്റി നമുക്ക് പറയാം. അല്ലെങ്കിൽ വാല്യൂ ആഡ് അല്ലെങ്കിൽ GVA കാണാനായിട്ട് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ കുറയ്ക്കുക. അല്ലെങ്കിൽ GDP ഈസ് ഈക്വൽ ടു N സിഗ്മ GVA അല്ലെ? മക്കളെ, ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഇത് ഫുൾ എഴുതണമെന്നില്ല അല്ലെ? ഈ 2 പോയിന്റ് എഴുതിയിട്ട് ഇക്വേഷൻ എഴുതിയാലും മതി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ 8 മാർക്കിന് ചോദിച്ചാൽ ആദ്യത്തെ ആ ചാർട്ട് വരയ്ക്കുക, രണ്ടാമത് ഈ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഈ 2 പാരഗ്രാഫ് നിർബന്ധമായിട്ട് എഴുതുക, ഈ ഇക്വേഷൻ എഴുതുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കൈവശം കാണിച്ചേ. പ്രൊഡക്റ്റ് മെത്തേഡ് കഴിഞ്ഞു. അടുത്ത ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് സിമ്പിളാ. ഇൻകം മെത്തേഡ് കാണിച്ചേ. ദ ഇൻകം മെത്തേഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിംഗ് ടുഗദർ ഓൾ ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ ഓണർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ഫാക്ടറി ഇൻകം ഇല്ലേ മക്കളെ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടറി ഇൻകം. ലാൻഡിന് എന്താ കൊടുക്കുക? ലാൻഡിന് റെന്റ് കൊടുക്കും. ലേബറിനാണെങ്കിലോ വേജസ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ പ്രോഫിറ്റ്. ഇതെല്ലാം കൂടി കൂട്ടിക്കിടുന്നതാണ് GDP. ഏത് മെത്തേഡില്? ഇൻകം മെത്തേഡില്. അപ്പൊ ഇൻകം മെത്തേഡില് GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ GDP is equal to W plus R plus IN plus P. ഇത്ര എഴുതിയാ പോരാ. ഇതിനടിയിൽ നിങ്ങൾ എന്ത് ചെയ്യാ? എന്താണ് വേജസ്,
അതുപോലെ R is equal to rent. അങ്ങനെ കൂടി ചേർക്കാം. അപ്പൊ കുറച്ചും കൂടി ആൻസർ എന്താവും, ലെങ്തി ആക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്തതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സാറെ കാണിച്ചോ, മൂന്നാമത്തെ മെത്തേഡ് ആണ് മക്കളെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചോദിക്കാറില്ല, ചിലപ്പോൾ രണ്ടെണ്ണേ ചോദിക്കാറുള്ളൂ, ചിലപ്പോൾ രണ്ടെണ്ണേ ചോദിക്കുള്ളൂ. അത് കൂടുതലും എക്സ്പെൻഡിച്ചർ ഇൻകം ആണ് ചോദിക്കാറ്, കാരണം ഇതിലാണല്ലോ അധികം ഉള്ളത് അല്ലെ. ഇതിപ്പോ നിങ്ങളോട് പറയാണ് ഏതെങ്കിലും രണ്ട് മെത്തേഡ് എഴുതാൻ പറഞ്ഞാൽ മക്കളെ നിങ്ങൾ 3 എഴുതിക്കോ കേട്ടോ. ഓക്കെ അല്ലേ, രണ്ട് മെത്തേഡ് ഇഷ്ടമുള്ളത് എഴുതാൻ പറഞ്ഞാൽ 3 എഴുതിക്കോ കേട്ടോ. യെസ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് GDP is calculated by എന്തൊക്കെയാണ് ടീച്ചറെ? Adding all the expenditure, final expenditure in the domestic territory of a country. Yes. അതായത് ഒരു രാജ്യത്തിന്റെ എല്ലാ എക്സ്പെൻഡിച്ചറും കൂട്ടാം അല്ലെ. അപ്പൊ അതില് ഇൻകേസ് ഇതാണ് GDP is equal to C plus I plus G plus X minus M. C എന്ന് പറഞ്ഞാൽ എന്താ? C is equal to consumption expenditure. നമ്മുടെ ഹൗസ് ഹോൾഡിന്റെ ആണ് കേട്ടോ ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. I എന്ന് പറഞ്ഞാലോ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. അടുത്ത G എന്ന് പറഞ്ഞാലോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. NX എന്ന് പറഞ്ഞാൽ നെറ്റ് എക്സ്പോർട്ട്. NX എന്ന് പറഞ്ഞാൽ നെറ്റ് എക്സ്പോർട്ട് ആണ്, എക്സ്പോർട്ടിന് ഇമ്പോർട്ട് കുറയ്ക്കുക. ഓക്കെ അല്ലേ, ഇത് ഓരോന്ന് പെരുക്കിട്ട് തരട്ടോ മക്കളെ, ഓരോ ലെറ്ററും എന്താണെന്ന് കൂടി എഴുതണം കേട്ടോ. ഓക്കെ ആണ്. സച്ചിന് നീ കുറെ നേരം ഫോൺ യൂസ് ചെയ്തോണ്ടിരിക്കണേ, എന്താ സ്റ്റാർട്ടിങ് തൊട്ട് നീ ഇരിക്കുകയാണ് അങ്ങനെ കേട്ടോ. നീ വേണമെങ്കിൽ ഇറങ്ങിപ്പോക്കോ പോലെ സച്ചിന്. എല്ലാവർക്കും ഓക്കെ ആണ്, കഴിച്ച് കാണിച്ച എല്ലാവരും. ഇനി കഴിഞ്ഞിട്ടില്ല, കൺക്ലൂഷനിലേക്ക് പോകണം. കൺക്ലൂഷനിലേക്ക് പോണ്ടേ, കൺക്ലൂഷൻ എന്നാ പിടിച്ചോ, തല കാണിച്ചോ. യെസ്, ഈ 3 മെത്തേഡിൽ ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? സെയിം GDP തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. സെയിം വാല്യൂ ആണ് GDPക്ക് കിട്ടുക. യെസ്, അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡിൽ സിഗ്മ GVA, ഇൻകം മെത്തേഡിൽ W plus I R plus IN plus P, എക്സ്പെൻഡിച്ചറിലാണെങ്കിലോ C plus I plus G plus X minus M. യെസ്, ഇത് മൂന്നും കൂടി ചെയ്യുമ്പോഴും ഒരേ ആൻസർ ആണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ ആർക്കാണ് 8 മാർക്ക് തരാതിരിക്കാൻ പറ്റുക? ശരിയല്ലേ, 8 മാർക്ക് എന്തായാലും കിട്ടും. അപ്പൊ ആദ്യം ചാർട്ട് വരയ്ക്കുക, ഓരോ ഹെഡിങ് തിരിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഓരോ ലെറ്റേഴ്സും പെറുക്കി ചെയ്താ ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ ഒരു പേജിന് 2 പുറമാവും. ഓക്കെ അല്ലേ, അതിൽ ഇതങ്ങോട്ട് പകുതി പുറത്തോളം ഇത് വരച്ച് വെക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അത് കഴിച്ച് കാണിച്ച എല്ലാവരും. അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, GDP is not a good measure of welfare. Why? ഇത് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. വെൽഫെയറിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് ഏകദേശം ഇത് തന്നെയാണ് ആൻസർ വരിക കേട്ടോ. ഓർത്ത് വെക്കുക, ഇതിലെ പോസിറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് വരുന്നുണ്ട്. ആഡ് ചെയ്തിട്ടുണ്ട് ടീച്ചർ കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആദ്യം എന്ത് ചെയ്യുക, പോയിന്റ്സ് എഴുതുക കേട്ടോ. ആദ്യം പോയിന്റ്സ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ 4 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ആദ്യത്തെ പോയിന്റ് വരുന്നത് ഇൻഇക്വാലിറ്റി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ്. അതായത് വരുമാനം എല്ലാവർക്കും തുല്യമായിട്ടല്ലല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ വരുമാനമായിരിക്കും. സോ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ വരുമാനം കൂടുമ്പോൾ അവിടെ GDP കൂടുന്നുണ്ടാവും. പക്ഷെ അതിനർത്ഥം എന്താ, എല്ലാവർക്കും വെൽഫെയർ ഉണ്ടെന്നല്ല, അവിടെ പാവപ്പെട്ടവരുണ്ട് അല്ലെ. സോ അതുകൊണ്ട് GDP ഒരു വെൽഫെയറിന്റെ മെഷർ ആയിട്ട് കാണാൻ പറ്റില്ല. അടുത്ത GDP നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ആണ് അല്ലെ. അതിനകത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് റെന്റഡ് ബൈ ഹൗസ് വൈഫ് അല്ലെ. അത് എല്ലാതും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, GDP ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. പിന്നെ GDP ആൻഡ് ഹാർംഫുൾ ഗുഡ്സ്. മക്കളെ, GDP എന്ന് പറഞ്ഞാൽ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നല്ലേ പറയണേ. ഒരു ഇക്കോണമിയിലെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, അതിന്റെ മണി വാല്യൂ ആണ് GDP അല്ലെ. അപ്പൊ അതിനകത്ത് എല്ലാ ഗുഡ്സും പെടും. ഹാർംഫുൾ ആയിട്ടുള്ള ഗുഡ്സ്, സിഗരറ്റ്, ആൽക്കഹോൾ, ഇതൊക്കെ പെടില്ലേ. പക്ഷെ ഈ ആൽക്കഹോളും സിഗരറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് GDP കൂടും എന്ന് കരുതി എല്ലാവരുടെ വെൽഫെയർ കൂടുമോ? ഇല്ല. അപ്പൊ നമുക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും. അടുത്താണ് എക്സ്റ്റേണാലിറ്റി ആണ്. അത് കാണിച്ചു സാർ എക്സ്പ്ലനേഷൻ. ഇത് ഓൾറെഡി പറഞ്ഞു നമ്മള്. എക്സ്റ്റേണാലിറ്റി ആണ്. എക്സ്റ്റേണാലിറ്റി 2 തരത്തിൽ വരാം അല്ലെ. എക്സ്റ്റേണാലിറ്റീസിൽ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്. അപ്പൊ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, അതിന് ബെനിഫിറ്റ് എന്നും ഹാം എന്നും പറയാം. അതായത് ഒരു ഇൻഡിവിജ്വലോ ഒരു ഫേമോ മറ്റൊരാൾക്ക് എന്താ ഏതെങ്കിലും രീതിയിൽ ഹാമോ ബെനിഫിറ്റോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് വിളിക്കും. ബെനിഫിറ്റ് ഉണ്ടാകുന്നെങ്കിൽ അതെന്താണ്, അതൊരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വില്ലേജ് ഏരിയയിൽ ഒരു പുതിയൊരു റോഡ് വന്നു. അപ്പോൾ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ. നല്ല റോഡ് വരുമ്പോൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇമ്പ്രൂവ് ആവും, അവിടെ തൊട്ടടുത്ത് കുറെ കടകളൊക്കെ വരും. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായ നല്ല കാര്യമാണ്. അത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിലോ, ഒരു കാര്യം കൊണ്ട് മോശമായ കാര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് ഒരു പുതിയൊരു ഇൻഡസ്ട്രി വന്നു, ആ ഇൻഡസ്ട്രിയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു റിവറിലേക്ക് ഡംപ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്താ, റിവർ പൊല്യൂട്ടഡ് ആവാണ് അല്ലെ. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ ആ റിവറിലുള്ള മത്സ്യങ്ങൾക്കും ഒക്കെ അത് ദോഷമാണ്. സോ അതെന്താ, ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ എക്സാമ്പിൾ ആണ്. പൊല്യൂഷൻ നെഗറ്റീവ് ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ഫാക്ടറി വന്നു,
അപ്പൊ ഫാക്ടറി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഫാക്ടറി വരുമ്പോ അല്ലെ കുറെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഫാക്ടറിയിൽ വരുന്ന പൊല്യൂഷൻ ഇല്ലേ, ചിലപ്പോൾ സൗണ്ട് പൊല്യൂഷൻ ആവാം, ടീച്ചർ പറഞ്ഞ പോലെ വാട്ടർ പൊല്യൂഷൻ ആവാം. ഇതൊക്കെ നമുക്ക് എന്താണ്, നെഗറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതായത് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം അതിൽ നമുക്ക് എന്തെങ്കിലും എന്ത് വരാം, പൊല്യൂഷൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കോസസ് വന്നാൽ അത് നെഗറ്റീവ് എക്സ് ആണ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഇക്വേഷൻസ് പഠിക്കാം മക്കളെ. ഈ ഇക്വേഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. ഈ ഇക്വേഷൻ ഉറപ്പായിട്ടും വരും. എന്താണ്? ജി ഗ്രോസിൽ നിന്നും നമുക്ക് നെറ്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി ടീച്ചറെ? ഗ്രോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിപ്രിസിയേഷൻ ഉള്ളതാണ്. അപ്പൊ നെറ്റ് കാണുന്നത് എങ്ങനെയാ? ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ മതി, മൈനസ് ചെയ്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രോസ് GDP MP-യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ NDP MP, GDP FC-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NDP FC, GNP MP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ. മക്കളെ ഈ G മാറ്റി N കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. ഇനി N തന്നിട്ട് ഗ്രോസ് കാണാൻ പറഞ്ഞാലോ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഇനി ഇത് എന്തായാലും ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്. അടുത്ത കാര്യം കാണിച്ചു പറയാം. അടുത്താണ് മക്കളെ GDP-യിൽ നിന്ന് നമുക്ക് GNP നെറ്റ് കാണണം കേട്ടോ. ഈ നടുക്കത്തെ D കണ്ടോ മക്കളെ? D നടുക്കത്തെ D, ഈ നടുക്കത്തെ ഡൊമസ്റ്റിക് മാറ്റി നമുക്ക് എന്താക്കണം? നാഷണൽ ആക്കണം. യെസ്, നാഷണൽ ആക്കണം. അപ്പൊ ഡൊമസ്റ്റിക് മാറ്റി, ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വിത്തിൻ ദ നേഷൻ ആണ്, ഒരു രാജ്യത്തിനകത്തുള്ള അല്ലെ. അപ്പൊ നമുക്ക് നാഷണൽ ആക്കണമെങ്കിൽ പുറത്തുനിന്നുള്ള NFI കൂടി വരണം, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് കൂടി വരണം. അപ്പൊ GDP ഡൊമസ്റ്റിക്കിൽ നിന്നും നാഷണൽ ആക്കാനായിട്ട് NFI ആഡ് ചെയ്യും. അപ്പൊ GDP MP-യുടെ NFI ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? GNP MP. NDP MP-യുടെ കൂടെ NNP കിട്ടാനായിട്ട് എന്ത് ചെയ്യണം നമ്മള്? NFI. മനസ്സിലായോ? അപ്പൊ നടുക്കത്തെ D മാറ്റി നടുക്ക് N ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? NFI ആഡ് ചെയ്യണം. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഇനി നടുക്കത്ത് N-ൽ നിന്നും D ആക്കാനോ നേരെ തിരിച്ചെന്ത് ചെയ്യണം? NFI സബ്ട്രാക്ട് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അടുത്ത ഇതിലേക്ക് പോവാം. അടുത്താണ് മക്കളെ MP. MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്നാണ്. FC എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ്. ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്താക്കാൻ? ഫാക്ടർ കോസ്റ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. NIT കുറയ്ക്കാം. MP-യിൽ നിന്ന് FC ആക്കാൻ എന്ത് ചെയ്യാം? NIT കുറയ്ക്കാം. FC-ന്ന് MP ആക്കാനോ? NIT ആഡ് ചെയ്യാം. ക്ലിയർ ആണ്? കേസ് കാണിച്ചേ. എന്ത് സിമ്പിൾ ആണ്, ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞില്ല ഇത്. ഇത്രയുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ഇക്വേഷൻ കിട്ടും. ഇതൊക്കെ ഒരു 3 സ്ലൈഡിൽ പഠിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ? അടുത്ത ടോപ്പിക് ആണ് പേഴ്സണൽ ഇൻകം ആൻഡ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. എന്താണ് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ NNPFC വരെ നാഷണൽ ഇൻകം എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. NNPFC തന്നെയാണ് നാഷണൽ ഇൻകം കേട്ടോ. അപ്പൊ NNPFC നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുറയ്ക്കേണ്ടത്? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അല്ലെ, വിതരണം ചെയ്യാത്ത ലാഭം കുറയ്ക്കണം. പിന്നെ അതിൽ നിന്ന് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ബൈ ഹൗസ് ഹോൾഡ് കുറയ്ക്കുക, കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുക. പക്ഷെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കിയാൽ ഈ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അങ്ങനെ വരാറില്ല. നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് പറഞ്ഞാൽ പെയ്ഡിൽ നിന്ന് റിസീവ്ഡ് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കുക. പേഴ്സണൽ ഇൻകം എന്താണെന്ന് ചിലപ്പോൾ തിയറി ചോദിക്കുക കേട്ടോ. അപ്പൊ ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പേഴ്സണൽ ഇൻകം ചിലപ്പോൾ ഇക്വേഷൻ തന്നെ ഇങ്ങനെ ഡാഷ് ഇട്ടിട്ട് ഫില്ല് ചോദിക്കാം. അല്ലെ വാട്ട് ഈസ് പേഴ്സണൽ ഇൻകം എന്ന് ചോദിക്കാം. പേഴ്സണൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇൻകം ആണ്. ആ വ്യക്തിക്ക് ഇൻകം കിട്ടണമെങ്കിൽ അതിന് കുറെ ടാക്സുകൾ ഇതൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ അതൊക്കെ എല്ലാം കൊടുത്തിട്ട് അയാൾക്ക് ഗവൺമെന്റിന് കിട്ടാനുള്ള പെൻഷൻ ഇതൊക്കെ കൂട്ടി കിട്ടുന്ന സാധനമാണ് അയാളുടെ പേഴ്സണൽ ഇൻകം. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. അപ്പൊ എന്താണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം? ഡിസ്പോസ് ചെയ്യാത്ത പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച പേഴ്സണൽ ഇൻകം ഇല്ലേ, അതിൽ നിന്ന് നമ്മൾ പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്, നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് എന്താ കുറയ്ക്കുക. പിന്നെ അത് കൂടാതെ ടാക്സ് അല്ലാതെ നമ്മൾ നടത്തുന്ന പേയ്മെന്റുകളില്ലേ, നോൺ ടാക്സ് പേയ്മെന്റുകൾ, അതും കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻകം ആണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തി എന്തൊക്കെ ടാക്സ് അടയ്ക്കും? ഇൻകം ടാക്സ് അടയ്ക്കും അല്ലെ? അപ്പൊ ഇൻകം ടാക്സ് പേഴ്സണൽ ടാക്സ് ആണ്. പക്ഷെ നോൺ ടാക്സോ, ടാക്സ് അല്ലാതെ ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്ന നികുതിയേതര, അതായത് നോൺ ടാക്സ് എന്ന് പറഞ്ഞാൽ അത് ഫൈന്, പെനാൽറ്റി ഒക്കെയാണ് ഓർത്തിരിക്കുക കേട്ടോ. സെറ്റ് അല്ലേ? നെക്സ്റ്റ് കാണിച്ചോളൂ. അടുത്താണ് മക്കളെ GDP ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ 2 ways. അതായത് നോമിനൽ GDP ഉണ്ട്, റിയൽ GDP ഉണ്ട്. നോമിനൽ GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇയർ അല്ലെ, കറണ്ട് ഇയർ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ കണക്കാക്കുന്നതെങ്കിൽ അത് നോമിനൽ GDP ആണ്. ഇനി ബേസ് ഇയറിന്റെ ബേസിസിലാണ് നമ്മൾ GDP കണക്കാക്കുന്നെങ്കിലോ അതിനെ നമ്മൾ റിയൽ GDP എന്ന് വിളിക്കും. അപ്പൊ കറണ്ട് ഇയർ, അതായത് നമ്മൾ സിഗ്മ P1 പഠിച്ചിട്ടില്ലേ നമ്മൾ പ്രൈസ് ഇൻഡെക്സിൽ അല്ലെ, അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. സിഗ്മ P1 ബൈ സിഗ്മ P0 ഓർമ്മയില്ലേ? ഇപ്പൊ P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ പ്രൈസ് ആണ് അല്ലെ. അപ്പൊ കറണ്ട് ഇയറിലെ GDP നോമിനൽ GDP
റിയൽ GDP വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പ്രൊപ്പോർഷൻ എന്താ വിളിക്കുക? സാറെ കാണിച്ചു. ആ റേഷ്യോ എന്താ വിളിക്കുക? GDP ഡിഫ്ലേറ്റർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും വരും കേട്ടോ. നോമിനൽ GDP റിയൽ GDP തന്നിട്ട് GDP ഡിഫ്ലേറ്റർ കാണാൻ പറയും. അപ്പൊ നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ പ്രൈസ് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന GDP ആണ്. റിയൽ GDP ആണെങ്കിൽ ബേസ് ഇയർ ആണ്. അപ്പൊ 2 ഡിവൈഡ് ഇൻടു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? GDP ഡിഫ്ലേറ്റർ കിട്ടി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയാം. ഈ നോമിനലിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ, റിയലിന് നമ്മൾ സ്മോൾ ലെറ്റർ GDP എന്നാണ് പറയാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും ഡിഫ്ലേറ്റർ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞ മക്കളെ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ക്ഷീണമായി എല്ലാവർക്കും. 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് കൂടി കാണിച്ചേക്ക്. ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്, നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയായിരിക്കും. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് അത് essay ഒക്കെ ആയിട്ട് ചോദിക്കാം, പിന്നെ GDP ഡിഫ്ലേറ്റർ, GDP ആൻഡ് വെൽഫെയർ, പിന്നെ NNP NDP ആ കാര്യങ്ങളൊക്കെ അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. പ്രോബ്ലം അതിന്റെ പ്രോബ്ലം നമുക്ക് പ്രീവിയസ് ഇയർ വന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവരെ കാണിച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ ഈ അടുത്ത കാലങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷെ എന്നാലും വരാം. ഓക്കെ, വരുമ്പോ ബോധം കെടണ്ട, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഫോളോയിങ് ഡാറ്റ ഷോസ് ദ ലെവൽ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ ഇക്കോണമി ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ ഇയർ. അപ്പൊ എക്സ്പെൻഡിച്ചർ ആണ് പറഞ്ഞേക്കണേ അല്ലെ ക്വസ്റ്റ്യനില്. അപ്പൊ ഏത് മെത്തേഡ് വെച്ച് ചെയ്യണ്ടേ? എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അത് GDP നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ച് GDP എങ്ങനെ കാണാം? ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ, കൗശിക്ക് അറിയില്ലേ? എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ച് GDP കാണാൻ ഇക്വേഷൻ എന്താ കൗശിക്ക് എന്ന് പറഞ്ഞേ? ഫോർത്ത് റോയിലെ പ്രശ്നം. എടാ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP കാണാൻ ഇക്വേഷൻ എന്താ? C എന്ന് പറഞ്ഞ എന്താ? കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെ. അപ്പൊ ഇവിടെ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട് 6500 പ്ലസ് എന്താണ് അടുത്ത I ആണ് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അല്ലേ. I ഇവിടെ തന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ 4000 ആണ്. Then plus G ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്, അതായത് 5000 പ്ലസ് എക്സ്പോർട്ട് ആഡ് ചെയ്യാം. എക്സ്പോർട്ട് 600 ആണ്, അത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാ? ഇമ്പോർട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ? 600 പ്ലസ് 900 ചെയ്യുമ്പോൾ മൈനസ് കിട്ടും, -300. അത് ആഡ് ചെയ്താൽ കറക്റ്റ് ആണ് കേട്ടോ. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും ആദ്യം x-7 ചെയ്യാം, എന്നിട്ട് പിന്നെ ചെയ്താൽ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ പ്രോബ്ലം വരാട്ടോ. ഇനിയിപ്പോ ഇതിനകത്ത് ചിലപ്പോ നമുക്ക് ഈ റെന്റും വേജസും പ്രോഫിറ്റും ഇൻട്രസ്റ്റും തന്നിട്ട് 2 മെത്തേഡിലും ചെയ്യാൻ പറയും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, 2 മെത്തേഡിൽ ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം കേട്ടോ. 2 ആൻസർ കിട്ടൂല. ക്ലിയർ ആയോ? ക്ലിയർ ആയ കേസ് കാണിച്ച്. അപ്പൊ ഒരു ക്വസ്റ്റിന് 2 മെത്തേഡിൽ ചെയ്യാനുണ്ടാവും. അപ്പൊ അതിന് വേണ്ട വിവരങ്ങൾ ക്വസ്റ്റിൽ തരും കേട്ടോ. ഇത് ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ടേം, അതായത് ഒരു ഇക്വേഷൻ അപ്രോപ്രിയേറ്റ് ടേം എഴുതാൻ വരാറുണ്ട്. അപ്പൊ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാൽ എന്താ കിട്ടിയത്? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ച് നമുക്ക് കിട്ടുന്ന എന്താ? GVA ആണ് കേട്ടോ, ഗ്രോസ് വാല്യൂ ആഡഡ്. നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഇല്ലേ, പ്രോഡക്റ്റ് മെത്തേഡ്, അതിലെ GVA. ഇനി GDP ഡൊമസ്റ്റിക്കിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്താൽ എന്താ കിട്ടാ മക്കളെ? എബ്രോഡിന്റെ വരുമാനോട് കൂട്ടി എന്താ കിട്ടാ? ഒന്ന് ചുണ്ടനക്കി എല്ലാവരും. വെറുതെ ഇറക്കിയ പോലെ ആൻസർ ആയിരിക്കും. ഏത് ലെറ്റർ മാറണെന്ന് പറഞ്ഞാൽ മതി. നടുക്ക് T വന്നു. അപ്പൊ എന്താ വരാ? ഡൊമസ്റ്റിക്കിൽ നിന്നും എന്തിലേക്ക് പോവാ? ആരെ വിളിക്കാം? റിസ്വാൻ എന്ന് പറഞ്ഞടാ. GDP പ്ലസ് NFIA. GNP അല്ലെ? GNP. വെരി ഗുഡ് മെഡിക്കി. അടുത്ത GNP ഡിപ്രീസിയേഷൻ കുറച്ചാൽ എന്താ കിട്ടാ? ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് എന്താ കിട്ടാ മക്കളെ? ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് എന്താ കിട്ടാ? യാസീനെ പറടാ. എന്താടാ? ഫസ്റ്റത്തെ ലെറ്റർ മാറും. ഫസ്റ്റ് ലെറ്റർ മാറി എന്താവും? എന്നാവും. എടുക്കണല്ലേ? വെരി ഗുഡ്. അടുത്തത് NNP MP ആണ് കേട്ടോ മക്കളെ. MP-യിൽ നിന്നും NNP MP NIT കുറച്ചാൽ എന്താ കിട്ടാ? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചത് എന്താ കിട്ടാ? MP മാറി എന്താവും? ആരെ വിളിക്കാം? ശരണേ പറടാ. എടാ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ നമുക്ക് MP മാറി എന്താവൂടാ? അറിഞ്ഞൂടാ സാറേ. NNP MP മാറി NNP FC ആവും അല്ലെ? ഫാക്ടർ കോസ്റ്റ് ആവില്ലേ? ആവോ? കാണിച്ചെല്ലാവരും. അത് നന്നായി പഠിക്കാം കേട്ടോ. ക്ലാസിഫൈ ദ ഫോളോയിങ് വേരിയബിൾസ് ഇൻടു സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ഉണ്ടായിരുന്നു അല്ലെ? വെൽത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സ്റ്റോക്ക് ആണ്. ഇൻകം ഓഫ് എ ഹൗസ് ഹോൾഡ് എന്തായിരിക്കും? ഇൻകം ആണ് അല്ലെ? അപ്പൊ എന്തിൽ വരാം? അത് ഫ്ലോയിലാണ് വരാം. കൺസംഷൻ ആണെങ്കിലോ? അതും ഫ്ലോ ആണ്. ക്യാപിറ്റൽ ആണെങ്കിൽ സ്റ്റോക്ക് ആണ്. മണി സപ്ലൈ ആണെങ്കിലോ? അത് സ്റ്റോക്ക് ആണ്. ക്യാപിറ്റൽ ഫോർമേഷൻ ആണെങ്കിലോ? അത് ഫ്ലോ ആണ്. അപ്പൊ ക്യാപിറ്റൽ സ്റ്റോക്കും ക്യാപിറ്റൽ ഫോർമേഷൻ ഫ്ലോ ആണ്. തെറ്റിക്കരുത് കേട്ടോ, ഓർത്ത് വയ്ക്കാം.
ഇനി ഇൻവെന്ററി എന്താണ്? അത് ഇൻവെന്ററി സ്റ്റോക്ക് ആണ്, പക്ഷെ ചേഞ്ച് ഇൻ ഇൻവെന്ററി ഫ്ലോ ആണ്. ഓർത്ത് വെക്കാം കേട്ടോ. ഇൻവെന്ററി ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. സ്റ്റോക്ക് ചേഞ്ച് വന്നാൽ അത് ഫ്ലോ ആണ്. പിന്നെ സേവിങ്സ് ഓഫ് ഹൗസ് ഹോൾഡ് എന്താ? അത് സ്റ്റോക്ക് ആണ്. അപ്പൊ ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ് എന്താ പറഞ്ഞ ടീച്ചർ? സ്റ്റോക്ക് അല്ലേ? സ്റ്റോക്ക്. അപ്പൊ അല്ല, ഇൻകം എന്ന് പറയുമ്പോൾ അത് ഫ്ലോ ആണ്. ഫ്ലോ ആണ്. സേവിങ്സ് എന്തായിരിക്കും വരിക? സ്റ്റോക്ക് ആണ് കേട്ടോ. പുറത്ത് വെക്കാം, മാറിപ്പോകുന്നത് കേട്ടോ. ക്ലിയർ ആണ്? കൈവശം കാണിച്ച എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതും പ്രീവിയസ് ഇയർ ആണ്. നോർമൽ ജി ഡി പി തന്നിട്ടുണ്ട് 1650, റിയൽ ജി ഡി പി 1100. ഡിഫ്ലേറ്റർ കാണാൻ നോർമൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി ആണ്. അപ്പൊ 1650 ബൈ 1100 ഇൻറ്റു 100. അപ്പൊ 150 എന്നാണ് അർത്ഥം കേട്ടോ. അതിനർത്ഥം 50% എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ടല്ലോ, പ്രൈസ് കൂടിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ചിലപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞാണെങ്കിൽ ഞാൻ എഴുതിയാണ് കേട്ടോ. ഇനി കാൽക്കുലേറ്റ് ജി ഡി പി ഡിഫ്ലേറ്റർ വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കറന്റ് പ്രൈസ് 8500, കോൺസ്റ്റന്റ് പ്രൈസ്. കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് നോമിനൽ ജി ഡി പി ആണ്. കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? റിയൽ ജി ഡി പി ആണ്. അപ്പൊ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വളരെ ഗംഭീരമായി വലിയൊരു ചാപ്റ്റർ ആയിരുന്നല്ലോ, കഴിഞ്ഞല്ലോ. മകളെ എല്ലാവരും എഴുതിട്ട് ഓൾ സ്റ്റാൻഡപ്പ് എല്ലാവരും എഴുതിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞപ്പോ എല്ലാവരും അങ്ങോട്ട് ഡൗൺ ആയി പോയില്ലേ? എന്താ അർജുനെ? എന്താ അർജുൻ? അർജുൻ എന്ത് ചോദിക്കാമെന്ന് ഞാൻ പറയും. കേൾക്കുന്നില്ലേ? അൺമ്യൂട്ടാക്കാൻ പറ്റണില്ലേ? ആ, കുഴപ്പമില്ല, പോട്ടെ. കേട്ടില്ല. ആ കുട്ടി ആടിനെ കുറിച്ച് കൊടുക്കണം, ആടിന്റെ കുട്ടീനെ കൊടുക്കാം. ഓക്കേടാ, ഓക്കെ, നല്ലതാ നല്ലതാ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മണിയാണ് മക്കളെ. പണത്തിന് ധർമ്മങ്ങള്. പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്. ചില ടെക്സ്റ്റ് ബുക്കിൽ മൂന്നാമതൊരു ഫംഗ്ഷൻ ഉണ്ട്. രണ്ടെണ്ണം എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. പ്രൈമറിയിൽ രണ്ടെണ്ണാണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ചും മെഷർ ഓഫ് വാല്യൂ. സെക്കൻഡറിയിലാണെങ്കിലോ? സെക്കൻഡറിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സും സ്റ്റോർ ഓഫ് വാല്യൂ. ക്ലിയർ ആണ്? കൈവശം കാണിച്ച എല്ലാവരും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അടുത്തത് മക്കളെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആണ്. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് പഠിക്കുക, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് പഠിക്കുക. ബാക്കി ഉണ്ടെങ്കിൽ ഏതെങ്കിലും മെസ്സേജ് ചോദിക്കും കേട്ടോ. നമുക്ക് സെൻട്രൽ ബാങ്ക് ഏതെന്ന് എല്ലാവർക്കും അറിയാലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യും. പിന്നെ ബാങ്ക് ടു ദ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് ഒരു ബാങ്കർ ആയിട്ട് പ്രവർത്തിക്കും. പിന്നെ ബാങ്കേഴ്സ് ബാങ്ക് മറ്റുള്ള ബാങ്കുകൾക്കും ഒരു ബാങ്കർ ആണ്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്, അവസാനം നമ്മൾ അഭയം പ്രാപിക്കുന്ന എവിടെയാ? സെൻട്രൽ ബാങ്കിലാണ്. അല്ലെ, ക്രെഡിറ്റ് കൺട്രോൾ, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന ആരെയാണ്? സെൻട്രൽ ബാങ്ക്. മക്കളെ മാർക്കിനനുസരിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. വെറുതെ പോയിന്റ് എഴുതിയാൽ പോരാ, ഇത് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലനേഷനും കൂടി പഠിക്കണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും സെറ്റ്. അടുത്താണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. മക്കളെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ചോദിച്ച ചാർട്ട് വരച്ചേക്കാ കേട്ടോ. ചാർട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. 8 മാർക്കിനാണെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്, ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. പ്രൈമറി ഇത് പറയേണ്ട കാര്യമില്ല ടീച്ചർ, കാരണം +1 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നുണ്ട്. എസ് ആയിട്ട് എപ്പോഴും വരുന്ന ക്വസ്റ്റൻ അന്ന് പഠിച്ചു കഴിഞ്ഞാണ്. പ്രൈമറി ഫംഗ്ഷൻ ഏതൊക്കെയാ? ഏതൊരു ബാങ്കിന്റെയും പ്രാഥമിക ധർമ്മം എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അതെന്ത് ചെയ്യും? ലോൺ കൊടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ശരിക്കും ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതായത് ഈ ഡെപ്പോസിറ്റിന് ബാങ്ക് എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. ശരിയല്ലേ? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസക്ക് ഓരോ സേവിംഗ് ഡെപ്പോസിറ്റിനും കറന്റ് ഡെപ്പോസിറ്റിനും ഫിക്സഡ് ഡെപ്പോസിറ്റിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കില്ലേ? അത് എവിടെന്നാ കൊടുക്കണ ഇൻട്രസ്റ്റ്? അവരുടെ ഡെപ്പോസിറ്റ് ബാങ്കിൽ നീ ലോൺ കൊടുക്കില്ലേ പബ്ലിക്കിന്? ആ ലോണിൽ നിന്നും ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന്ന് ഇൻട്രസ്റ്റിൽ നിന്നാണ് ഈ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുക അല്ലെ. എന്നിട്ട് അത് കൂടുതൽ റേറ്റ് ആയിരിക്കും. അതായത് ലോൺ കൊടുക്കുമ്പോൾ ഒരു 10% ആയിരിക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടാവുക. അതിൽ നിന്ന് ഒരു 5% ആയിരിക്കും ആർക്ക് കൊടുക്കുക? ജനങ്ങൾക്ക് കൊടുക്കുക, ഡെപ്പോസിറ്റ് ആൾക്ക് കൊടുക്കുക. അപ്പൊ ബാങ്കിന്റെ പ്രോഫിറ്റ് എത്രയാ? 5 അല്ലെ. അതെങ്ങനെ കിട്ടേ? ഈ ബോറോയിങ് റേറ്റിൽ നിന്നും ലെൻഡിങ് റേറ്റ് കുറയ്ക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പ്രെഡ് എന്ന് പറയും. ക്ലിയർ ആണ്? ചോദിച്ചു കാണിച്ച് എക്സാമിന് സ്പ്രെഡ് ചോദിച്ചില്ലേ? അപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ബോറോയിങ് റേറ്റിൽ നിന്നും ലെൻഡിങ് റേറ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റിനെയാണ് സ്പ്രെഡ് എന്ന് പറയാ. അതാണ് ബാങ്കിന്റെ എന്ത്? പ്രോഫിറ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്? ചോദിച്ചു കാണിച്ച എല്ലാവരും സെറ്റ്. ഇനി സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഒരു ഏജന്റ് ആയിട്ടും ഒരു ജനറൽ യൂട്ടിലിറ്റി ആയിട്ടും പ്രവർത്തിക്കുകയാണ് അല്ലെ. ബാങ്ക് എപ്പോഴും ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുക?
എല്ലാ തരത്തിലുള്ള ഫണ്ടുകൾ റെമിറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ ബിൽ പേയ്മെന്റ്സ്, നമുക്ക് വേണ്ടി ടെലിഫോൺ ബിൽ അങ്ങനെയുള്ള ബിൽ പേയ്മെന്റ്സ് ഒക്കെ നടത്തുമ്പോഴൊക്കെയാണ് ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുക ജനങ്ങൾക്ക് വേണ്ടി. ഇത് ജനറൽ ആയിട്ട് ബാങ്ക് പ്രവർത്തിക്കും. എപ്പോഴാണ് ലോക്കർ ഫെസിലിറ്റി അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ കുറെ ഗോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ കൊണ്ട് വെക്കാം. അപ്പൊ എല്ലാവർക്കും വേണ്ടി ബാങ്ക് ഒരു ജനറൽ യൂട്ടിലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. അടുത്ത മൂന്നാമത്തെ ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നറിയോ, ബാക്ക്വേർഡ് ഏരിയാസിലുള്ള സെൽഫ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കും, കുറഞ്ഞ പലിശക്ക് ലോൺ കൊടുക്കും. മനസ്സിലായോ? അപ്പൊ സെൽഫ് എംപ്ലോയ് സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ പപ്പട നിർമ്മാണം, കുട നിർമ്മാണം, സോപ്പ് നിർമ്മാണം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കും. മനസ്സിലായോ? അത് ഡെവലപ്പ് ചെയ്യാനല്ലേ ഇക്കോണമീനെ. അതാണ് ബാങ്കിന്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ, ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും 3 ഫംഗ്ഷൻ സെറ്റ് അല്ലേ? യെസ്. അടുത്ത ടോപ്പിക് ആണ് ഹൈ പവേർഡ് മണി. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഹൈ പവേർഡ് മണി. നമ്മൾ എച്ച് എന്നാണ് പറയാട്ടോ മക്കളെ, ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ് കേട്ടോ. എന്താണ് ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞാൽ? ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മോണിറ്ററി അതോറിറ്റി ഇല്ലേ, നമ്മുടെ ഇവിടുത്തെ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുമ്പോൾ RBI ആണ് അല്ലെ. അപ്പോൾ അങ്ങനെ മോണിറ്ററി അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ എല്ലാ ലയബിലിറ്റീസും കൂടുന്നതാണ് എന്ത്, ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. അത് കാണാൻ മൊത്തം ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ, ഒരു കറൻസി കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, റിസർവ് വെക്കുന്നുണ്ട്, അതുപോലെ ഗവൺമെന്റ് ഡെപ്പോസിറ്റ് അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോ CU + R + G ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് എന്ത്, ഹൈ പവേർഡ് മണി. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ മണി സപ്ലൈ എന്ന് പറഞ്ഞാല്? മണി സപ്ലൈ എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഒരു ടൈമില് ഒരു നിശ്ചിത സമയത്ത് പബ്ലിക്കിന്റെ കൈവശമുള്ള പണത്തിന്റെ അളവ്, ആകെ പണത്തിന്റെ അളവ്, അതാണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. ആകെ പണത്തിന്റെ അളവ് എല്ലാം വരും, കറൻസി കോയിൻസ് പെടും, അതുപോലെ തന്നെ എല്ലാം പെടും അല്ലേ, ടോട്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റോക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് മണി സപ്ലൈ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി എന്നാ പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് സ്റ്റോക്ക്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ എല്ലാവരും. അടുത്താണ് മക്കളെ മണി മൾട്ടിപ്ലയർ. ഈ മണി മൾട്ടിപ്ലയറിന്റെ പ്രോബ്ലം വരാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് മണി മൾട്ടിപ്ലയർ? ദ പ്രോസസ് ബൈ വിച്ച് മണി ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ബാങ്കിങ് സിസ്റ്റം ഈസ് നോൺ ആസ് മണി മൾട്ടിപ്ലയർ അല്ലെ. ഒരു നിശ്ചിത തുക ബാങ്കിങ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. മനസ്സിലായോ? ഒരു 5 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് 5 രൂപ കൂടുതൽ കിട്ടില്ല, ഇൻട്രസ്റ്റ് അടക്കം. അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക, മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അത് കാണാൻ ഇക്വേഷൻ ആണ് 1/CRR. മക്കൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് CRR തന്നിട്ടുണ്ട്. CRR തന്നിട്ട് മണി മൾട്ടിപ്ലയർ കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. 1/CRR. ക്ലിയർ ആണ്? കാണിച്ച് ക്യാഷ് റിസർവ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങള്, മണി മൾട്ടിപ്ലയർ കാണാനായിട്ട് ഈ ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഇനി മണി മൾട്ടിപ്ലയർ ആണ് വേറെ ഇക്വേഷൻ ഉണ്ട്, ഏതാണ്? M/H അല്ലെ. M/H എന്ന് പറഞ്ഞാൽ മണി സപ്ലൈയും ഹൈ പവേർഡ് മണിയും കൂടി ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്, മണി മൾട്ടിപ്ലയർ. അത് ഇത് രണ്ടും തരുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇനി വേറെ ഇക്വേഷൻ ആണ് ആഷിക്ക് ചോദിക്കാൻ പോണേ, 1/1 - CL ഇടാ. അതുണ്ട് 1 + CDR + RDR. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. അത് നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ ഇടാ. അത് മറ്റേ മൾട്ടിപ്ലയറിന്റെ സാധാരണ നോർമൽ മൾട്ടിപ്ലയർ കാണും. അതിനകത്ത് വരില്ല. MPC തന്നിട്ട് മൾട്ടിപ്ലയർ കാണാൻ പറയുന്നത്. അപ്പൊ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഇത് ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ, അതുപോലെ തന്നെ എന്താണ് RDR വരുന്നു അല്ലെ. അപ്പൊ CDR ഉം RDR ഉം വരുമ്പോ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണ് കാണിച്ച മക്കളെ? ഇതങ്ങനെ വന്ന് കണ്ടിട്ടില്ല. എന്നാലും ഓർത്ത് വെച്ചേക്ക്, ഇതാണ് കൂടുതൽ വന്നേക്കുന്നത്. CRR തന്നിട്ട് മണി മൾട്ടിപ്ലയർ കാണാൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത മെഷേഴ്സ് കൂടി കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം കേട്ടോ. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇന്ത്യയില് മണി സപ്ലൈ മെഷർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലങ്ങളിൽ നിന്ന് ഒരുപാട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പഠിച്ചിട്ട് പോവാ മക്കളെ. M1, M2, M3, M4. M1 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കറൻസിയും അതുപോലെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. കറൻസി എന്ന് പറയുമ്പോൾ അതിന് കോയിൻസ് ഉൾപ്പെട്ടു കേട്ടോ. CU + DD ആണ്. കറൻസി ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. M2 കാണണമെങ്കിലോ ഈ M1നോടൊപ്പം ഈ കറൻസി ആൻഡ് കോയിൻസും ഡിമാൻഡ് ഡെപ്പോസിറ്റോടൊപ്പം എന്തുകൂടി കൂട്ടാ? പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. M3 കാണാനോ ഈ കറൻസി ആൻഡ് കോയിൻസ് ഡിമാൻഡ് ഡെപ്പോസിറ്റോടൊപ്പം എന്തുകൂടി കൂട്ടാ? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ടൈം ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് കൂട്ടാ. M4 കാണാൻ മാത്രം M3 ആണ് മക്കളെ. M2 M3 കാണാൻ M1 വെച്ചാണ് കൂട്ടേണ്ടത്. പക്ഷെ M4 കാണാനോ
M3നോടൊപ്പം പോസ്റ്റ് ഓഫീസിലെ ടോട്ടൽ ഡെപ്പോസിറ്റ് ആഡ് ചെയ്യുക അല്ലെ. ഓർത്ത് വെക്കാൻ മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നാരോ മണി ബ്രോഡ് മണി ഒക്കെ ഉണ്ട്. ഏതാണ് നാരോ മണി എന്ന് പറയുന്നത്? ഏതാണ് നാരോ മണി? ആര് പറയും നാരോ മണി? ഏതാ സാറെ വിളിച്ചോ? ദേവദർശ അറിയോടാ? ബ്രോഡ് മണിയോ? ലീസ്റ്റ് ലിക്വിഡ് മോസ്റ്റ് ലിക്വിഡ് ഏതാ? തിരിഞ്ഞു പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലീസ്റ്റ് അത് എളുപ്പടി പറഞ്ഞിട്ടുണ്ടായിട്ടില്ലടാ. മക്കളെ ലാസ്റ്റ് 4 ലീസ്റ്റ് എന്ന് പഠിച്ചു വെക്കുക അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലേ ലീസ്റ്റ്. കേട്ടോ, ഓർത്ത് വെക്കാം കേട്ടോ. M4 ലാസ്റ്റ് മെഷർ അല്ലേ, ഫോർത്ത് മെഷർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതിൽ അഗ്രിഗേറ്റ് മോണിറ്റർ റിസോഴ്സ് ഏതാ? ഇന്ത്യയിൽ അഗ്രിഗേറ്റ് മോണിറ്റർ റിസോഴ്സ് എന്ന് അറിയപ്പെടുന്ന ഏതാ? ഈ 4 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്? കാണിച്ച സ്ക്രീനിൽ അറിയാവുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആൻസീറ്റ കാണിക്കുന്നുണ്ട് കറക്റ്റ് ആൻസർ. ആൻസീറ്റ, അർച്ചനൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അഭിഷേക് ടി ആറിനോട് ചോദിച്ചാലെന്നാ? അഭിനന്ദ ടി ആർ പറയുന്നത് അഗ്രിഗേറ്റ് മോണിറ്റർ റിസോഴ്സ് ഏതാ? ഏതാ അറിഞ്ഞൂടാ? 3 M3 ആണ്. നോട്ട് ചെയ്ത് വെക്കട്ടെ. M3 ആണ് അഗ്രിഗേറ്റ് മോണിറ്റർ റിസോഴ്സ് കേട്ടോ. യെസ് മക്കളെ, എല്ലാവർക്കും ഇത്രയും ടോപ്പിക് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. അടുത്തത് മക്കളെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത കാലങ്ങളിൽ ആ എസ്എ ചോദിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് പഠിക്കാതെ പോകരുത്. ചിലപ്പോ ചോദിക്കാം. ചിലപ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് അല്ലെങ്കിൽ കെയ്നീഷ്യൻ തിയറി എന്നൊക്കെ ചോദിച്ചതാണ് ഇതുണ്ട് കേട്ടോ. എസ് നമുക്ക് ബ്രേക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? ഓക്കെ മക്കളെ, ബ്രേക്ക് എടുത്തോളൂ. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. എല്ലാവരും തിരിച്ചു വരാം. വേഗം വീഡിയോ ഓൺ ആക്കാം കേട്ടോ. എല്ലാവരും തിരിച്ചു വരാം. വേഗം വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഫോർ മണി പറഞ്ഞു അല്ലെ. അത് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഡിമാൻഡ് ഫോർ മണി ചോദിക്കുമ്പോൾ എഴുതേണ്ടത്? 3 മോട്ടീവ്സ് ആണ് കേട്ടോ ഡിമാൻഡ് ഫോർ മണിക്ക്. ഡിമാൻഡ് ഫോർ മണിയിൽ പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്, ട്രാൻസാക്ഷൻസ് മോട്ടീവ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്. പ്രിക്കോഷണറി എന്ന് പറഞ്ഞാൽ അറിയാം, പ്രിക്കോഷൻ എടുക്കുക അല്ലേ. ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് ലിക്വിഡ് ക്യാഷ് ഇൻ ഓർഡർ ടു മീറ്റ് അൺഎക്സ്പെക്ടഡ് കണ്ടിജൻസി ഓർ എമർജൻസി സിറ്റുവേഷൻ. അത് എമർജൻസി സിറ്റുവേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പീപ്പിൾസ് എന്ത് ചെയ്യുക, ലിക്വിഡ് ഫോമിൽ ക്യാഷ് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനെയാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയാം. ക്ലിയർ ആണ്? കേസ് കാണിച്ച പ്രിക്കോഷണറി മോട്ടീവ്. അപ്പൊ ട്രാൻസാക്ഷൻ മോട്ടീവ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്തിനു വേണ്ടി? ട്രാൻസാക്ഷൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡെയിലി ഓരോ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പണം കയ്യിൽ സൂക്ഷിക്കുന്നതിനെയാണ് ട്രാൻസാക്ഷൻസ് മോട്ടീവ് എന്ന് വിളിക്കുക. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേഷൻ പർപ്പസ് ഇല്ലേ, ഊഹക്കച്ചവടമൊക്കെ ഇല്ലേ. ഇത് നമ്മുടെ ബോണ്ടുകൾ വാങ്ങുക, വിൽക്കുക, അതുപോലെ തന്നെ അസറ്റുകൾ, ഗോൾഡ് വാങ്ങുക, അങ്ങനെ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെയാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയാം കേട്ടോ. ഇവിടെ ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും ഒരു നെഗറ്റീവ് റിലേഷൻ ആണ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നെഗറ്റീവ് റിലേഷൻ ആണ് ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും കേട്ടോ, ഓർത്ത് വെക്കുക. ഇനി അടുത്ത ടോപ്പിക് ആണ് ലിക്വിഡിറ്റി ട്രാപ്പ്. അപ്പൊ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, R - R max - R divided by R min. ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണേ. ചിലപ്പോൾ മാച്ച് ഫോളോയിങ്ങിലൊക്കെ വരാം. R - R max divided by R - R min എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എസ് ആയിട്ട് വരികയാണെങ്കിൽ ആ സ്പെക്കുലേറ്റീവ് മോട്ടീവിന്റെ അണ്ടറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി എഴുതി ചേർക്കാം കേട്ടോ. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആകുമ്പോ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താവും? 0 കേട്ടോ. ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോഴോ ഏറ്റവും മിനിമം ആകുമ്പോഴത്തേക്കും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അവിടെ കൂടുതലായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി നെഗറ്റീവ് റിലേഷൻ ആണ് അല്ലെ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴോ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് മണി കുറഞ്ഞ് 0 എത്തും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോഴോ ഡിമാൻഡ് ഫോർ മണി എന്താവും? അത് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഇൻഫിനിറ്റീവ് ആയിട്ട് പോകും കേട്ടോ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് വരയ്ക്കുക. അപ്പൊ ഈ ഒരു പോർഷനെയാണ്, ഈ ഒരു ട്രാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയാ. ഓക്കെ ആണെങ്കിൽ കാണിച്ച ഫിഗർ എന്തായാലും നിർബന്ധമായിട്ട് വരയ്ക്കണം കേട്ടോ. അടുത്ത ടോപ്പിക് ആണ് മോണിറ്ററി പോളിസി ആണ്.
എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്ററി പോളിസി ഏകദേശം ഫിസിക്കൽ പോളിസി ഒക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. എന്താണ് മോണിറ്ററി പോളിസി പറഞ്ഞിട്ട്? മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്തിന്റെ ആണെങ്കിൽ RBI ആണ് അല്ലെ. സോ RBI എന്താണ് നമ്മുടെ ഇക്കോണമിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ചകളും താഴ്ചകളും, ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പോളിസിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ മോണിറ്ററി പോളിസി നമ്മൾ ഇറക്കുമ്പോൾ അവിടെ നമ്മുടെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാനെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. സാറേ കാണിച്ചോളൂ. അത് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റൻ ആണ്. അത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളൂ. പക്ഷെ എക്സാമിന് ക്വാളിറ്റേറ്റീവ് ചോദിച്ചിരുന്നു. അപ്പൊ നോട്ട് ചെയ്യുക, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്, ബാങ്ക് റേറ്റ് ഉണ്ട്, CRR ഉണ്ട്, SLR ഉണ്ട്, റെപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റെപ്പോ റേറ്റ്. ഇതാണ് ഇൻസ്ട്രുമെന്റ് മാത്രം ചോദിക്കണം. ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ചോദിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്ലൈ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് മാത്രം എഴുതിയാൽ മതി. ഇനി ക്വാളിറ്റേറ്റീവ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടി എഴുതി വെക്കാം. മാർജിൻ റിക്വയർമെന്റ്, മോറൽ സുവേഷൻ, സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഓർത്ത് വെക്കാം. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. 5 വരുന്നത്. ഒന്നാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, പ്രോസസ് ഓഫ് പർച്ചേസിംഗ് ഓർ സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ബോണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് ബൈ ദ RBI അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ബോണ്ടും അതുപോലെ സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. ഇനി ഇൻഫ്ലേഷൻ ടൈമില് പണപ്പെരുപ്പം വരുമ്പോ RBI എന്താ ചെയ്യാ? പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ആണ് അല്ലെ. അപ്പൊ ആളുകളുടെ കയ്യിലേക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടാവും. അപ്പൊ തിരിച്ച് ആ പണം എവിടേക്ക് എത്തിക്കണം? ബാങ്കിലോട്ട് എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കും. അപ്പൊ ആളുകൾ വാങ്ങുമല്ലോ. അപ്പൊ അവിടെ കയ്യിലെ പൈസ എവിടേക്ക് വരും? ബാങ്കിലോട്ട്. ക്ലിയർ ആണ് കേസ് കാണിച്ചേ. അപ്പൊ ഇൻഫ്ലേഷൻ ടൈമിലാണ് RBI സെക്യൂരിറ്റികളൊക്കെ വിൽക്കും. പക്ഷെ ഡിഫ്ലേഷൻ ടൈമിലാണെങ്കിലോ RBI എന്താ ചെയ്യാ? സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങും അല്ലെ, പർച്ചേസ് ചെയ്യും. മകളെ ഒരുപാട് എക്സാമിന് ചോദിച്ചിരുന്നോ, ഈ ബോണ്ടുകളൊക്കെ നമ്മൾ ഗവൺമെന്റ് ബോണ്ടുകളും ഗവൺമെന്റ് സെക്യൂരിറ്റികളും വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാന്ന് ചോദിച്ചിരുന്നു. അത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ് കേട്ടോ. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? രണ്ടാമത് ഇൻസ്ട്രുമെന്റ് ഏതാണ്? ബാങ്ക് റേറ്റ്. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് മണി ഫോർ എ ലോങ്ങർ ടേം ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പൊ ഒരു ലോങ്ങർ ടൈമിലേക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്താ സെൻട്രൽ ബാങ്ക് ലോൺ കൊടുക്കുക, അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അതാണ് എന്ത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്ലേഷൻ ടൈമിൽ RBI എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് കൂട്ടും. ഡിഫ്ലേഷൻ ടൈമിലാണെങ്കിൽ ബാങ്ക് റേറ്റ് കുറയ്ക്കും. ക്ലിയർ ആണ് കേസ് കാണിച്ചേ? അടുത്ത മൂന്നാമത്തെ ഇൻസ്ട്രുമെന്റ് ആണ് വേരിയിങ് റിസർവ് റേഷ്യോ. അവിടെ തന്നെ നമുക്ക് 2 റിസർവ് റേഷ്യോ പറയണം. CRR ഉണ്ട്, SLR ഉണ്ട്. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അതായത് നമ്മുടെ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുക? അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റില് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ക്യാഷ് റിസർവ് ആയിട്ട് RBI വെക്കുക. അതാണ് CRR. നമുക്കറിയാം ബാങ്കിന് കിട്ടുന്ന എല്ലാ ഡെപ്പോസിറ്റും ബാങ്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കില്ല? ലോൺ കൊടുക്കാൻ ഉപയോഗിക്കില്ല അല്ലെ. ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് മാറ്റി വെക്കും, റിസർവ് ആയിട്ട് മാറ്റി വെക്കും. എവിടെ കൊണ്ടുവയ്ക്കും? RBI. അതാണ് CRR. ക്ലിയർ ആണ് കേസ് കാണിച്ചേ? അത് ക്യാഷിന്റെ ഫോമിനാണ്. അപ്പൊ SLR എന്ന് പറഞ്ഞാൽ, SLR എന്ന് പറയുമ്പോൾ ക്യാഷ് അല്ലാതെ വേറെ ഏതെങ്കിലും ലിക്വിഡ് അസറ്റ്സിലേക്കാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആ ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെക്കുന്നതെങ്കിൽ അതാണ് എന്ത്? SLR. ഇൻഫ്ലേഷൻ ടൈമിൽ RBI എന്ത് ചെയ്യും? CRR-ഉം SLR-ഉം കൂട്ടും അല്ലെ. പണപ്പെരുപ്പാണ്. അപ്പൊ റിസർവ് കുറെ പൈസ നമ്മൾ മാറ്റി വെക്കണല്ലോ. അപ്പൊ പണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡിഫ്ലേഷൻ ടൈമിലാണ് RBI എന്ത് ചെയ്യും? അത് കുറയ്ക്കും. അടുത്താണ് റെപ്പോ റേറ്റ്. റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ് മണി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് കൊടുക്കും? ലോൺ കൊടുക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്ക് റേറ്റ് പറഞ്ഞില്ലേ, അതേപോലെയാണ് റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ റിവേഴ്സ് റെപ്പോ റേറ്റോ? നേരെ തിരിച്ചാണ് അല്ലെ. അതായത് റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് RBI മണി ബോറോ ചെയ്യുക, അതായത് റിസർവ് ആയിട്ട് വെക്കില്ലേ, അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടോ. അതാണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. ക്ലിയർ ആയോ? ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് RBI കൊടുക്കുന്ന പലിശയാണ്. റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്നതാണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? അപ്പൊ അത് കഴിഞ്ഞില്ലേ? അടുത്താണ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്. ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ടതില്ല. ജസ്റ്റ് ആ പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ടോപ്പിക് ആണ് സ്പ്രെഡ്. ഓൾറെഡി പറഞ്ഞാണ് സ്പ്രെഡ് എന്താണുള്ളത് അല്ലെ. ബോറോയിങ് റേറ്റും ലെൻഡിംഗ് റേറ്റും ഡിഫറൻസ് ആണ്. ഇനി ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. സാറേ, ലിമിറ്റേഷൻ ഓഫ് ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫങ്ഷൻസ് ഓഫ് മണി ചോദിക്കാം, മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ചോദിക്കുമ്പോൾ M1 അല്ലേ, M1 M2 M3 M4 ആണ് എഴുതേണ്ടത് കേട്ടോ. 3 മോട്ടീവ്സ് ഓഫ് മണി ചോദിച്ചാലോ? സ്പെക്കുലേറ്റീവ്, ട്രാൻസാക്ഷൻസ്, പ്രിക്കോഷണറി. ലിക്വിഡിറ്റി ട്രാപ്പ് വരയ്ക്കാൻ അറിയാലോ? അത് വരയ്ക്കാൻ പറഞ്ഞില്ലെങ്കിൽ നിർബന്ധമായിട്ട് വരച്ചെഴുതാ കേട്ടോ.
ഈ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ, സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ്, മോണിറ്ററി പോളിസി, ഇൻസ്ട്രുമെന്റ്. ഓക്കെ ആണെങ്കിൽ കഴിച്ചിക്കാൻ എല്ലാ ക്വസ്റ്റ്യൻസ് തെറ്റാണെങ്കിൽ കഴിച്ചിക്കാണ് ചെയ്യും. ഇനി മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ചാപ്റ്ററിന് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, CRR തന്നിട്ട് മൾട്ടിപ്ലയർ കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ഇക്വേഷൻ ആണ് ആശ്രിക്ക്? 1 ഡിവൈഡഡ് ബൈ CRR. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 0.4 എത്ര വരിക? 2.5. ക്ലിയർ ആണ് കഴിച്ചിക്കാൻ എല്ലാവരും? CRR തന്നിട്ട് മണി മൾട്ടിപ്ലയർ കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 1 ഡിവൈഡഡ് ബൈ CRR എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇഷ്യൂ ഓഫ് കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പവേർഡ് അല്ലെ, ഹൈ പവേർഡ് മണി 2000 crore ആണ്. RBI leads to an increase in the money supply by rupees 8000 crore. Money supply ആണ് അല്ലെ. Find out the value of money multiplier. അപ്പൊ M/H ആണ് അല്ലെ. മണി സപ്ലൈനെ ഹൈ പവേർഡ് മണി വെച്ച് ഡിവൈഡ് ചെയ്യാ. മണി സപ്ലൈ എത്രയാ? 8000. ഹൈ പവേർഡ് മണിയോ? 2000. അപ്പൊ 8000 ഡിവൈഡ് ബൈ 2000 that is 4 എന്നായിരിക്കും കിട്ടും. മക്കളെ എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ എങ്കിൽ നമുക്ക് ചാപ്റ്റർ 4 പോകാം. ചാപ്റ്റർ 4 ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ഓർ ഇൻകം ഡിറ്റർമിനേഷൻ അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആദ്യം പഠിക്കേണ്ടത് എക്സാൻഡ് ആൻഡ് എക്സ്പോസ്ഡ് ആണ്. എന്താണ് എക്സാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എക്സാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് പ്ലാൻ ചെയ്യുന്നതാണ് അല്ലേ, ശരിക്കും നടക്കുന്നതല്ല. പ്ലാൻഡ് അല്ലെങ്കിൽ ഇന്റന്റഡ് വാല്യൂ ആണ്. ഒരു വേരിയബിളിന്റെ പ്ലാൻ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സാൻഡ് എന്ന് വിളിക്കുക കേട്ടോ. എക്സ്പോസ് പറഞ്ഞാൽ ആക്ച്വലി സംഭവിച്ചത് ഇപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് മന്തിൽ ഒരു 1000 സൈക്കിൾ വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാം. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ അത് എക്സാൻഡ് ആണ്. പക്ഷെ ആക്ച്വലി നമുക്ക് 1000 സൈക്കിൾ വിൽക്കാൻ പറ്റിയില്ല, 800 വിൽക്കാൻ പറ്റിയുള്ളൂ. അപ്പൊ 800 എന്ന് പറഞ്ഞാൽ അത് എക്സ്പോസ്ഡ്. ക്ലിയർ ആണ് കേസ് എല്ലാവരും? അടുത്താണ് MPC MPS, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. മക്കളെ തിയറി ചോദിക്കാറുണ്ട്. MPC എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വെച്ച് പഠിച്ചാൽ മതി അല്ലെ. MPC കാണുന്ന ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ കൺസംഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. അപ്പൊ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസംഷൻ ടു ദ ചേഞ്ച് ഇൻ ഇൻകം. അങ്ങനെ എഴുതിയാൽ മതി. ഇക്വേഷൻ വെച്ച് സെന്റൻസ് ആക്കാം കേട്ടോ. ഇനി MPS കാണാനോ സിക്ക് വരെ എന്തോട്ട് കൊടുക്കാൻ മതി? എസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ സേവിങ്സ് ടു ദ ചേഞ്ച് ഇൻ ഇൻകം. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? ഇക്വേഷൻ വെച്ച് തന്നെ സെന്റൻസ് ആക്കാം കേട്ടോ. ഇനി MPC യും MPS കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 1 ആണ് കിട്ടുക. MPC പ്ലസ് MPS ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 1 ആണ് കിട്ടുക. ക്ലിയർ ആണെങ്കിൽ കേസ് കാണിച്ച എല്ലാവരും? MPC പ്ലസ് MPS ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അത് MPC MPS കാണാൻ പറയും. അപ്പൊ MPC MPS കാണെങ്കിൽ 1 മൈനസ് MPC കേട്ടോ. ഒന്നീന്ന് MPC കുറച്ചാൽ MPS കിട്ടും, ഒന്നീന്ന് MPS കുറച്ചാലോ MPC. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ കേസ് കാണിച്ചേ. യെസ് മക്കളെ, APC എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇല്ല അവിടെ കേട്ടോ. MPC കാണാൻ പറഞ്ഞാൽ ഡെൽറ്റ C ബൈ ഡെൽറ്റ വൈ. APC കാണാനോ വെറും C ബൈ വൈ, കൺസംഷൻ ബൈ ഇൻകം. APS കാണാനോ സേവിങ്സ് ബൈ ഇൻകം. APC പ്ലസ് APS 1 തന്നെ. ഓക്കെ ആണെങ്കിൽ കേസ് കാണിച്ച എല്ലാവരും? ഒരു പ്രോബ്ലം നോക്കാം ടീച്ചറെ. When the income of a household increases from ₹100 to ₹120, 100 നിന്ന് 120 ആയിട്ട് വരുമാനം കൂടി. അപ്പൊ കൺസംഷൻ എന്ത് ചെയ്തു? കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ഫ്രം ₹80 to ₹95, 80 നിന്ന് 95 ആയിട്ട് കൂടി. ഫൈൻഡ് MPC ആൻഡ് MPS. അപ്പൊ ഇങ്ങനെ ഒറ്റടി നമുക്ക് കിട്ടും അല്ലെ. ആദ്യം ഇൻകം 100 ആയിരുന്നു, അത് എത്ര 120 ആയി. കൺസംഷനോ 80 എന്നുള്ളത് 95 ആയി അല്ലെ. അപ്പൊ നമ്മുടെ എന്താ കാണാൻ പറയുക? MPC അല്ലെ ടീച്ചറെ കാണാൻ പറഞ്ഞ MPC കാണുന്ന ഇക്വേഷൻ എന്താ? ഡെൽറ്റ C ബൈ ഡെൽറ്റ വൈ. അതായത് കൺസംഷൻ ഉണ്ടായ മാറ്റത്തിനെ ഇൻകത്തിലെ മാറ്റം വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ കൺസംഷൻ 80 നിന്ന് 95 ആയില്ലേ മക്കളെ. അപ്പൊ എത്ര ചേഞ്ച്? 80 എന്നുള്ളത് 95 ആയില്ലേ. അപ്പൊ എത്രയാ? 15. ഇൻകോ 100 എന്നുള്ളത് 120 ആയി. അപ്പൊ എത്ര ചേഞ്ച്? 20. അപ്പൊ 15/20 എത്ര കിട്ടി നമുക്ക്? 0.75 കിട്ടി. ക്ലിയർ ആണെങ്കിൽ കേസ് കാണിച്ചേ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കേസ് കാണിച്ചേ? അപ്പൊ MPC കിട്ടിയാൽ MPS കാണാൻ എന്ത് ചെയ്താൽ മതി? MPS is equal to 1 minus എന്ത് ചെയ്താൽ മതി? MPC. ഇതല്ലാതെയും കാണാട്ടോ. സേവിങ്സ് വേണേ കണ്ടുപിടിക്കാം അല്ലെ. 100 വരുമാനം വന്നില്ല, 80 നമ്മൾ കൺസംഷൻ ചെയ്തു. ബാക്കി എത്ര സേവിങ്സ്? സേവിങ്സ് 20 ആണ്. 100 മൈനസ് 80. ഇനി 120 വരുമാനം കിട്ടിയില്ല, 95 നമ്മൾ കൺസംഷൻ ചെയ്തു, ബാക്കി 25 അല്ലെ. അപ്പൊ സേവിങ്സ് 20 25 അല്ലേ. അപ്പൊ നമ്മുടെ MPS കാണുന്ന ഇക്വേഷൻ എന്താ? ഡെൽറ്റ S ബൈ ഡെൽറ്റ വൈ അല്ലേ. അപ്പൊ സേവിങ്സിൽ ഉണ്ടായ മാറ്റം 20 നിന്നും 25 ആയി. അപ്പൊ എത്ര മാറ്റം? 5. അപ്പൊ 5/20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.2 കിട്ടും. ക്ലിയർ ആണെങ്കിൽ എല്ലാവരും? രണ്ട് രീതിയിൽ ചെയ്യാം, പക്ഷെ ഇതൊരു ലെങ്തി ആയിട്ടുള്ള മെത്തേഡാണ്. എങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത ദിവസത്തേക്ക് പോവാം. കൺസംഷൻ ഫംഗ്ഷൻ എന്താണ്? കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ
ഇൻകം ആൻഡ് കൺസംഷൻ. ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയാ? കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ സി ആണ് കേട്ടോ, മാറിപ്പോരുത്. ക്യാപിറ്റൽ ലെറ്റർ സി ആണ് കൺസംഷൻ ഫംഗ്ഷൻ. അത് കാലിക്കേഷൻ എന്താ? സി ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ. ഈ സി ഇട്ടിട്ട് മോളിട്ട സി ബാർ, അത് ഓട്ടോണോമസ് അർത്ഥം. അപ്പോ സി ബാർ ആണെങ്കിൽ ഓട്ടോണോമസ് ആണ് അല്ലെ. അപ്പൊ സിയുടെ മുകളിലായതുകൊണ്ട് എന്ത് വരും? ഓട്ടോണോമസ് കൺസംഷൻ. അപ്പൊ എന്താണ് ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറഞ്ഞാല് ചോദിക്കാറുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ഓട്ടോണോമസ് കൺസംഷൻ? എന്താണ് ടീച്ചർ ഓട്ടോണോമസ് കൺസംഷൻ? ഇൻകം സീറോ ആണെങ്കിലും വരുമാനം ഇല്ലെങ്കിലും അവിടെ ഉണ്ടാവുന്ന കൺസംഷൻ ആണ് ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറയും. ഡിനോട്ട് ചെയ്യുന്നത് സി ബാർ ആണ്. പക്ഷെ ഈ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കുക, ഈ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ അത് MPC ആണ് കേട്ടോ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിനെ ആണ് സി എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? യെസ്. അപ്പൊ ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ വരുമാനം സീറോ ആണെങ്കിലും അവിടെ കൺസംഷൻ ഉണ്ടാവും. ആ കൺസംഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓട്ടോണോമസ് കൺസംഷൻ പറയാ. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ. നമ്മൾ പഠിച്ചത് 2 സെക്ടർ ആണ് അല്ലെ. 2 സെക്ടറിൽ ആരൊക്കെ ഉള്ളൂ? ഹൗസ് ഹോൾഡും ഫേം. അപ്പൊ ഈ 2 സെക്ടർ ഇക്കോണമിയിൽ എങ്ങനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കുക? അപ്പൊ 2 സെക്ടർ എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം ഉണ്ട്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് സിമ്പിൾ അല്ലേ. അവിടെ എന്തൊക്കെ വരും? അപ്പോ ഹൗസ് ഹോൾഡിന്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയ സി വരും, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയ ഐയും വരും. അപ്പൊ ഇക്വേഷൻ ഇതാണ് AD = C + I. ഇനി ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണുന്നത് CY കൂടി വേണ്ടേ? അപ്പൊ എങ്ങനെ കൊടുക്കാം? നമുക്ക് AD = C bar + I bar + CY. ഇവിടെ സി എന്ന് പറഞ്ഞാൽ MPC ആണ്. വൈക്ക് വാല്യൂ ഒന്നും കൊടുക്കണ്ട, വൈ എന്ന് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? ആ ഡെഫിസിറ്റ് അത് പറഞ്ഞുതരാം. അത് 5ാമത്തെ ചാപ്റ്റർ ആടാ. ആക്രമണം കാണിക്കുന്നിടാ. വെയിറ്റ് ചെയ്യ്, അവിടെ എത്തട്ടെ. അടുത്ത കാര്യം പറയാം മകളെ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഇൻ ആൻ ഇക്കോണമി കൺസംഷൻ ഫംഗ്ഷൻ C = 65 + 0.75. അപ്പൊ C = എന്താണ്? C bar + CY അല്ലേ ടീച്ചറെ? C bar + CY. അപ്പൊ ഇവിടെ C bar ആണ് 65, MPC ആണ് 0.7. C എന്ന് പറഞ്ഞ MPC അല്ലേ, നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും. അപ്പൊ അത് എഴുതി വെക്കുക ആദ്യം തന്നെ, അപ്പൊ കൺഫ്യൂഷൻ വരില്ല. AD കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. AD കാലിക്കേഷൻ എല്ലാവർക്കും അറിയാലോ. AD കാലിക്കേഷൻ എന്താ? 2 സെക്ടർ ഇക്കോണമിയിൽ AD കാലിക്കേഷൻ ഇപ്പൊ പഠിച്ചില്ലേ? C bar + I bar + CY. ഈ C bar + I bar + CY. ഈ C ബാറുകളില്ലേ മക്കളെ, ഈ ബാറുകളില്ലേ, ഈ ബാറുകളെല്ലാം കൂട്ടിയിട്ട് കിട്ടുന്ന ഒരു സാധനം നമ്മൾ എന്താ വിളിക്കുക? A bar എന്നാണ് പറയാ കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ A bar തരികയാണെങ്കിൽ അത് ഈ C ബാറും I ബാറും എല്ലാം കൂടി കൂട്ടി കിട്ടിയ സാധനം A bar കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. അപ്പൊ ഇവിടെ C bar എത്ര ടീച്ചറെ? 65 ആണ്. അപ്പൊ 65 + I എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് 35 ആണ്. അപ്പൊ എന്ത് വരും നമുക്ക് ആൻസർ? 65 + 35 + CY. C എന്ന് പറഞ്ഞാൽ 0.75 അല്ലേ? 0.75. അപ്പൊ 65 35 കൂട്ടി എത്ര കിട്ടി നമുക്ക്? 100. അപ്പൊ 100 + 0.75y. ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഫൈൻഡ് ദ AD അറ്റ് ഡിഫറെന്റ് ഇൻകം ലെവൽ. ഡിഫറെന്റ് ഇൻകം ലെവലിന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 0, 100. അത് തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ. ആദ്യം 0 കൊടുക്കുക, രണ്ടാമത് എന്ത് കൊടുക്കുക? 100 കൊടുക്കുക, പിന്നെ 200 അങ്ങനെ 400 വരെ ചെയ്താൽ മതി അല്ലേ. അതിനെന്ത് ചെയ്യാ? ഈ ADയുടെ ഇക്വേഷനിൽ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ ആദ്യത്തില് 100 + 0.75y അല്ലേ. y ആദ്യത്തെ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 100 + 0.75 × 0. അപ്പൊ 100 എന്ന് കിട്ടും. അടുത്തതോ 100 + 0.75 × y എത്രയാ? 100. അപ്പൊ അങ്ങനെ ഓരോ വൈക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ആദ്യത്തിൽ 0 ഇട്ട് കൊടുക്കുക, പിന്നെ 100 ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? AD കിട്ടും. AD കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു AD കർവ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ എവിടെന്നാ AD സ്റ്റാർട്ട് ചെയ്യണം? 100 എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കിട്ടുന്ന ആൻസർ ആയിരിക്കും മിക്കവാറും AD സ്റ്റാർട്ട് ചെയ്യുക. അത് ഏകദേശം ഇവിടെ 100ന്റെ അവിടെ എന്ത് ചെയ്താൽ ടീച്ചറെ? ഇങ്ങനെ ഒരു ലൈൻ ഇക്വേഷൻ ചെയ്താ കേട്ടോ. ADയുടെ ഇക്വേഷനും കൂടി എഴുതാം. ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. സെറ്റ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അഗ്രിഗേറ്റ് സപ്ലൈ. മക്കളെ അഗ്രിഗേറ്റ് സപ്ലൈ ആണ് നെക്സ്റ്റ് ടോപ്പിക്. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനിൽ ഒരു 45 ഡിഗ്രിയിൽ വരുന്ന ഒരു കർവാണ് അഗ്രിഗേറ്റ് സപ്ലൈ. ഇതേപോലെ 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന വേറൊരു കർവ് പഠിച്ചിട്ടില്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? ഏതോ ഒരു മാർക്കറ്റിൽ ഏതോ ഒരു കർവ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ട് കൈ കാണിച്ചേ, അല്ലെ ഹാൻഡ് റൈസ് ചെയ്യും. ഈ 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന വേറൊരു കർവ് മൈക്രോ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ശ്രീലക്ഷ്മി ഏതാ? ആൻഡ്രിയ ഏതാടാ? TR. വെരി ഗുഡ്. ടോട്ടൽ റവന്യൂ അല്ലെ. വെരി ഗുഡ്.
അപ്പൊ അത് കിട്ടിയില്ലേ. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം ഇൻകം ഇൻ ടു സെക്ടർ ഇക്കോണമി. ടു സെക്ടർ ഇക്കോണമിയിൽ എങ്ങനെയാണ് ഈക്വിലിബ്രിയം ഇൻകം കാണാം? ശരി പറഞ്ഞു. ടു സെക്ടർ ഇക്കോണമി നമുക്ക് അറിയാം എന്താ, അഗ്രിഗേറ്റ് ഡിമാൻഡിന് 2 കമ്പോണൻസ് ആണുള്ളത് അല്ലെ, സി പ്ലസ് ഐ നമ്മൾ നേരത്തെ പറഞ്ഞു. എക്സാമിന് ചിലപ്പോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കമ്പോണന്റ് എഴുതാൻ വരാം അല്ലെ, അപ്പൊ ഇതിനെ എഴുതിയാൽ മതി അല്ലെ. ഏതൊക്കെയാണ് 2 കമ്പോണന്റ്? കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും. അപ്പൊ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ ആദ്യം എഴുതുക, സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ എന്നുള്ളത്. പിന്നെ ടു സെക്ടർ ഇക്കോണമി ആയത് കാരണം എന്താ, നമ്മളിവിടെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ഓൾജിബ്രിക് മെത്തേഡും ഉണ്ട്, അതിന് ഗ്രാഫിക് മെത്തേഡും വരുന്നുണ്ട്. അപ്പൊ ഓൾജിബ്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷൻ ആണ്, ഇക്വിലിബ്രിയം ഇൻകം ആയ വൈ സ്റ്റാർ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇക്വിലിബ്രിയം ഇൻകം വൈ സ്റ്റാർ ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതുക, അത് നിങ്ങളുടെ രീതിയിൽ സെന്റൻസ് ആക്കി എഴുതിയാൽ മതി. അപ്പൊ ഈ കാണുന്ന ഇക്വേഷൻ ആണ് ഇക്വിലിബ്രിയം ഇൻകം കാണാൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. എന്താ, സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി. ഇതിന്റെ ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. എ ബാർ ബൈ പ്ലസ് ഐ ബാറിന് വരെ ബാറുകളല്ല, ഇവിടെ എ ബാർ എന്നല്ല കിട്ടുക. അപ്പൊ എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ് ഗൈസ്, കാണിച്ചേ. ഇത് എസ് എ വരുമ്പോ ഇങ്ങനെ എഴുതണം കേട്ടോ മക്കളെ. എസ് എ വരുമ്പോ ടീച്ചർ കൊടുത്തിട്ടുള്ള ഇതേ രീതിയിൽ എഴുതണം കേട്ടോ. അതായത് ആദ്യം 2 സെക്ടർ ഉണ്ട്, 2 കമ്പോണന്റുകളാണ്. എ ഡി കാണുന്ന ഇക്വേഷൻ, എ ഡി നമുക്ക് കാണാൻ 2 മെത്തേഡ് ഉണ്ട്, ഓൾജിബ്രിക് ഉണ്ട്, ഗ്രാഫിക് ഉണ്ട്. അതിന് പറയാ ജസ്റ്റ്. പിന്നെ ഇക്വിലിബ്രിയത്തിൽ എ ഡിയും എസും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം എന്നും കൂടി മെൻഷൻ ചെയ്യാം. ഈക്വിലിബ്രിയം മീൻസ് എന്താണ്? ഇറ്റ്സ് ഈക്വൽ ഓഫ് എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഗൈസ് കാണിച്ചേ. ഇപ്പൊ ഓൾജിബ്രിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഗ്രാഫിക് കൂടി കാണിച്ചു തരാം. അപ്പോഴേ നമ്മുടെ ആൻസർ എന്താവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. ആൻസർ കാണിച്ചു. ഗ്രാഫിക് മെത്തേഡ് കാണിച്ചു. ഗ്രാഫിക് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അഗ്രിഗേറ്റ് സപ്ലൈയും അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും കൂടി ഒരുമിച്ച് വരയ്ക്കാം. അപ്പൊ ഒരുമിച്ച് വരയ്ക്കാൻ നമുക്ക് കാണാൻ പറ്റും ഒരു പോയിന്റിൽ അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ആ പോയിന്റിലാണ് നമ്മൾ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം തീരുമാനിക്കുന്നത്. അവിടെ നിന്ന് എന്താ, നമ്മൾ വൈ ആക്സിസിലേക്ക് വരച്ചാൽ മതി. അതാണ് നമ്മളുടെ ഇക്വിലിബ്രിയം ഇൻകം ആയ വൈ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ കാണിച്ച മകളെ സിമ്പിൾ ആണ് കേട്ടോ. ഇത് എക്സാമിന് വന്ന് ഇതാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റൻ ആണ്, ഈക്വിലിബ്രിയം ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാൻ. പ്രോബ്ലം നോക്കാം നമുക്ക്. പ്രോബ്ലം ഇതാണ്. ഇതാണ് ഇക്കോണമി സി ഈസ് ഈക്വൽ ടു 20 പ്ലസ് 0.85. സി ഈസ് ഈക്വൽ ടു നമുക്കറിയാം സി ബാർ പ്ലസ് സി വൈ. അതപ്പോൾ തന്നെ എഴുതി വെക്കുക സി ബാർ പ്ലസ് സി വൈ. ഓക്കെ അല്ലേ? ആൻഡ് ഐ എന്നിട്ട് 20 ആണ് ഈക്വിലിബ്രിയം ഇൻകം. അപ്പൊ ഈക്വിലിബ്രിയം ഇൻകം വൈ സ്റ്റാർ അല്ലേ. വൈ സ്റ്റാർ കാണുന്ന ഇക്വേഷൻ എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. എ ബാർ എന്ന് പറയുന്നത് സി ബാറും ഐ ബാർ. മക്കളെ വൈ സ്റ്റാർ കാണുമ്പോഴാണ് അവിടെ ബാറുകളാണ് മുകളിൽ വരിക, അടിയിൽ 1 മൈനസ് സി. ഈ ഏഡ് കാണുമ്പോഴോ ബാറുകളെല്ലാം കൂട്ടിട്ട് പ്ലസ് സി വൈ ആണ് വരിക കേട്ടോ, അടിയിലൊന്നുമില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായി? ബാറെല്ലാം കൂട്ടി സി വൈ ചെയ്താൽ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ബാറുകളെല്ലാം കൂട്ടി ബൈ 1 മൈനസ് സി ചെയ്താൽ ഇൻകം. ഓക്കെ, ഈക്വിലിബ്രിയം ഇൻകം. ക്ലിയർ? ക്ലിയർ ആണ് കേസ് കാണിച്ചെല്ലാരും? യെസ്. അപ്പൊ ഇവിടെ ബാറുകൾ ഏതൊക്കെയാ? സി ബാർ 20 ആണ്. അപ്പൊ 20 പ്ലസ് ഐ ബാർ 20 തന്നെയാണ്. അപ്പൊ 40 ഡിവൈഡ് ബൈ 1 മൈനസ് 0.8. ദാറ്റ് ഈസ് 200. ക്ലിയർ ആണ് എനിക്ക് കേസ് കാണിച്ചെല്ലാരും? യെസ്. ഒരു അടുത്ത ടോപ്പിക് ആണ്, അതും അങ്ങനെ ഇടയ്ക്ക് വന്ന് കണ്ടിട്ടുണ്ട് അല്ലെ. ചേഞ്ച് effect of autonomous change on equilibrium demand in the product market കേട്ടോ. അപ്പൊ ജസ്റ്റ് ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മളിപ്പോ കണ്ടുപിടിച്ച ആ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഒരു ഡിമാൻഡ് ഇല്ലേ, ഇൻകം, അതിൽ നിന്ന് ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. എപ്പോഴാ ചേഞ്ച് ചെയ്യുന്നത്? ഓട്ടോണമസ് ആയിട്ടുള്ള കമ്പോണൻസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ്. ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് മാറ്റം വരാം, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മാറാം. അങ്ങനെ വരുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. കണ്ടോ, ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി വരയ്ക്കാം, AD2. എന്നിട്ട് ഈ ഗ്യാപ്പ് എന്താണ്? ഡെൽറ്റ ഐ ആവാം, ഡെൽറ്റ ജി ആവാം അല്ലെ. അപ്പൊ അത് വെറുതെ വരച്ചാൽ മതി കേട്ടോ. ഓട്ടോണമസ് കൂടാണെങ്കിൽ മുകളിലേക്ക്, കുറയാണെങ്കിൽ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും? അടുത്ത നമുക്ക് കുറച്ച് മൾട്ടിപ്ലയറുകൾ നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആണ് ഇതിനകത്ത്. ഈ ചാപ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിന് മറ്റൊരു പേരാണ് എന്ത്? ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ. അപ്പൊ അത് കാണാനായിട്ട് നമുക്ക് അറിയാം കെ എന്ന് പറഞ്ഞ മൾട്ടിപ്ലയർ ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ അല്ലെ, ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി ആണ്. അപ്പൊ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ ഇൻകം ആണ്, ബൈ ഡെൽറ്റ ഐ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ നോക്കി, കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഇഫ് MPS ഈസ് ഈക്വൽ ടു 0.2. അപ്പൊ MPS ആണ് വന്നേക്കുന്നത് അല്ലെ. മക്കളെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാലോ, 1ൽ നിന്നും 1 മൈനസ് സി. സി എന്ന് പറയുന്നത് എന്താ? MPC അല്ലേ. അപ്പൊ 1ൽ നിന്നും MPC കുറച്ചാൽ എന്താ കിട്ടുക ടീച്ചറെ? MPS ആണ് കിട്ടുക. അപ്പൊ അതിനർത്ഥം 1/MPS ചെയ്താലും എന്ത് തന്നെയാണ്? മൾട്ടിപ്ലർ തന്നെയാണ്. അപ്പൊ 1/, എന്ത് ചെയ്താൽ മതി? 0.2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 5 ആയിരിക്കും. മക്കളെ ഇനി ഇവിടെ ചേഞ്ച് ഇൻ ഇൻകം ചോദിക്കാം അല്ലെ, ഡെൽറ്റ വൈ ചോദിക്കാം, ഡെൽറ്റ ഐ തന്നിട്ട് കേട്ടോ. അതായത് ഇൻവെസ്റ്റ്മെന്റിൽ ഇത്ര മാറ്റം വന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ഒരു 100 ആണെങ്കിൽ, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് 100 ആണെങ്കിൽ, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടായ മാറ്റം
100 ആണെങ്കിൽ എത്രയാണ് ചേഞ്ച് ഇൻ ഇൻകം എന്ന് ചോദിക്കാം. ചേഞ്ച് ഇൻ ഇൻകം എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലയർ കണ്ടുപിടിച്ചിട്ട് ഈ ഡെൽറ്റ ഐനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, അപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇൻഡു ചെയ്യുക. കിട്ടിയ ആൻസറിന് എന്ത് അപ്പൊ ചെയ്യാൻ, ഇൻറ്റു ആവും. അപ്പൊ 5 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ഈ 100 ചെയ്യുക. ആൻസർ ഈസ് 500. ക്ലിയർ ആണെങ്കിൽ കഴിച്ചിരിക്കാൻ എല്ലാവരും മനസ്സിലായോ? ഇത് വരാറുണ്ട്, എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡെൽറ്റ ഐ തരും, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ട് എന്ത് കാണാൻ പറയും, ഇൻകത്തിലുണ്ടായ മാറ്റം കാണാൻ പറയും. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സെറ്റ് അല്ലേ? ഒന്ന് ഷാർട്ട് കഴിച്ച് കാണിച്ച എല്ലാവരും. ലാസ്റ്റ് ടോപ്പിക്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. വളരെ സിമ്പിൾ ആണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് അല്ലെ. ഒരു ഇക്കോണമിയിലെ MPS കൂടിയത് കൊണ്ട് ആ ഇക്കോണമിയിലെ ടോട്ടൽ സേവിങ്സ് എന്ത് ചെയ്യണമെന്നില്ല, കൂടണം എന്നില്ല. ടോട്ടൽ സേവിങ്സ് വേണമെങ്കിൽ എന്ത് ആവാം, ഒന്നെങ്കിൽ കുറയാം അല്ലെങ്കിൽ അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം. ഈ ടെൻഡൻസിനെ പറയുന്ന പേരാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. സിമ്പിൾ ആയിട്ട് പഠിക്കണം, മനസ്സിലാക്കി പഠിക്കാം. MPS കൂടിയത് കൊണ്ട് ടോട്ടൽ സേവിങ്സ് കൂടില്ല. ടോട്ടൽ സേവിങ്സ് ഒന്നില്ലെങ്കിൽ കുറയാം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവാം. ഈ സിറ്റുവേഷനെ പറയുന്ന പേരാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. എല്ലാവരും ഇനി അതിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പോസ്റ്റ്, പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ എ 2 sector ഇക്കോണമി, പിന്നെ MPC MPS ന്റെ പ്രോബ്ലംസ്, പിന്നെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓട്ടോണോമസ് എക്സ്പെൻഡിച്ചർ നമുക്ക് തന്നിട്ടുണ്ട്, സാറെ കാണിച്ചു. 100 crore ആണ്, MPC 0.75 ആണ്. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വിലിബ്രിയം ഇൻകം തന്നെയാണ് കേട്ടോ. ഇപ്പൊ വൈ സ്റ്റാറിന്റെ ഇക്വേഷൻ തന്നെ ഇട്ട് ചെയ്യാം. ബാറുകളൊക്കെ മോളിലിട്ട് 1 - C ചെയ്യാം. അപ്പൊ ആ ഒരു ബാറേ ഉള്ളൂ, എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. അപ്പൊ 100 ഡിവൈഡ് ബൈ 1 - 0.075, ദാറ്റ് ഈസ് ആൻസർ 400 crore. ഇനി ഫൈനൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് MPC 0.8 ആണെങ്കിലോ, ഇവിടെ 0.75 ആയിരുന്നു അല്ലെ. ഇനി 0.8 ആണെങ്കിൽ അപ്പൊ സീറോടെ എന്ത് കൊടുക്കുക, 0.8 കൊടുക്കുക. അപ്പൊ 500 crore കിട്ടും. അടുത്തത് ഫൈൻഡ് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ അറ്റ് MPC is equal to 0.75 and രണ്ടും കാണണം അല്ലെ. MPC 0.75 ചെയ്യണം, 0.8 ചെയ്യണം. ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ ഏത് മൾട്ടിപ്ലയർ ആണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ 1 ഡിവൈഡ് ബൈ 1 - C ചെയ്താൽ മതി. അപ്പൊ ആൻസർ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും. ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ഇക്കോണമി. മക്കളെ ഇതില് ബഡ്ജറ്റിന്റെ ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ ഇക്കോണമി അല്ലെ. ഒരു ഇക്കോണമിയുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയാം. ഈ ബഡ്ജറ്റ് എന്ന് അവതരിപ്പിക്കാന്ന് അറിയാലോ, ഏത് ഇയറിലേക്ക്, ഏത് ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അതൊരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് 1 മാർക്കിന്റെ. April 1 മുതൽ March 31 ആണ് ഫിനാൻഷ്യൽ ഇയർ കേട്ടോ. April 1 തുടങ്ങി March 30 അവസാനിക്കും. അതിലേക്കാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ഫിനാൻസ് മിനിസ്റ്റർ ആണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിന്റെ ഫംഗ്ഷൻസ് എത്രയും തരംതിരിക്കാം, 3 ആയിട്ട് തരംതിരിക്കാം. അലോക്കേറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ആണ്. ഇത് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും സെയിം തന്നെയാണ്. ഏതൊക്കെയാ 3 അലോക്കേറ്റീവ്, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റെബിലൈസേഷൻ. അലോക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഗുഡിനും നമ്മൾ അലോക്കേറ്റ് ചെയ്യുക അല്ലെ. പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡും 2 ഗുഡുകളാണ് ഇവിടെ വരുന്നത്. പബ്ലിക് ഗുഡും അത് ഡിഫറൻസ് പഠിക്കുക, നമ്മുടെ അടുത്ത സ്ലൈഡിലുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിതരണമാണ് അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഇപ്പൊ ടാക്സിലൂടെയൊക്കെ കൂടുതൽ വരുമാനമുള്ള ആൾക്കാരിൽ നിന്ന് കൂടുതൽ ടാക്സ് ഈടാക്കി അത് പാവപ്പെട്ടവർക്കായി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് യൂസ് ചെയ്യും. അങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇൻഇക്വാലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റേബിലൈസേഷൻ, സ്റ്റേബിൾ ആക്കാൻ. ഒരു ഇക്കോണമിയിൽ കുറെ ഫ്ലക്ച്വേഷൻ സംഭവിക്കാം അല്ലെ. റിസെഷൻ, ഡിപ്രഷൻ, റിക്കവറി ഒക്കെ വരാം. അപ്പൊ അവിടെ അതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ബഡ്ജറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ബഡ്ജറ്റിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അടുത്താണ് പബ്ലിക് ഗുഡ് ആൻഡ്, ഇത് ഉറപ്പായിട്ട് വരും ഫംഗ്ഷൻസ് പഠിക്കാട്ടോ മക്കളെ. അല്ലെങ്കിൽ പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്, ഈ ഒരു ഏരിയയിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 3 പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി തന്നെയേ വരുള്ളൂ. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റ് കോമൺ യൂസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെന്ത് വരാം, അതിന് 2 ഫീച്ചേഴ്സ് ആണുള്ളത്, നോൺ റൈവൽറിയും അതുപോലെ നോൺ എക്സ്ക്ലൂഡബിളും. നോൺ റൈവൽറി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവില്ല. കാരണം അത് എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചു കരുതി വേറെ ആളെ നമുക്ക് തടയാൻ സാധിക്കില്ല. അതുപോലെ നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അളവ് കുറയില്ല, അടുത്ത ആൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പബ്ലിക് ഗുഡ് എന്ന് പറയാം. ഇപ്പൊ റോഡ് അതൊക്കെ നമുക്ക് പബ്ലിക് ഗുഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. അടുത്താണ് പ്രൈവറ്റ് ഗുഡ്. പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഈസ് കൺസ്യൂംഡ് ബൈ എ പേഴ്സൺ, ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ അതേഴ്സ് അല്ലെ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ് അല്ല പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അത് റൈവൽറി ആണ്, അത് എക്സ്ക്ലൂഡബിളും ആണ്. പ്രൈവറ്റ് ഗുഡ് നമ്മളൊരു പ്രൈസ് ചാർജ് ചെയ്യും. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും.
ഇനി അടുത്താണ് ബഡ്ജറ്റ്. ബഡ്ജറ്റിന്റെ ടൈപ്സ് ആണ്. Types. അപ്പൊ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ട്, അൺബാലൻസ്ഡ് Unbalanced ഉണ്ട്. അപ്പോ നമ്മുടെ ഒരു ഇക്കോണമിയിലെ റവന്യൂവും എക്സ്പെൻഡിച്ചറും, ഒരു ഇക്കോണമിയുടെ വരുമാനവും ചെലവും തുല്യമാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ബാലൻസ്ഡ് എന്ന് വിളിക്കാം. ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഇത് തുല്യമല്ലെങ്കിലോ? അൺബാലൻസ്ഡ്. അൺബാലൻസ്ഡ് രണ്ട് രീതിയിൽ വരാം അല്ലെ. അതെ. അത് സർപ്ലസ് ഉണ്ട്, Deficit ഡെഫിസിറ്റ് ഉണ്ട്. ഉണ്ട്. അതായത് റവന്യൂ കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ സർപ്ലസ് ആണ് അല്ലേ. ഗവൺമെന്റ് എന്ത് കിട്ടി? വരുമാനം കൂടുതൽ, ചെലവ് കുറവ്, അപ്പൊ സർപ്ലസ് ആണ്. ഇനി ചെലവ് കൂടുതലും വരുമാനം കുറവാണെങ്കിലോ? ഡെഫിസിറ്റ്. നമ്മൾ എക്സാമിന് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ചോദിച്ചിരുന്നു. അപ്പൊ ഇതാണ് എഴുതേണ്ടത്. ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഏതൊക്കെ എഴുതാം? ബാലൻസ് ബഡ്ജറ്റ്, അൺബാലൻസ്ഡ്, സർപ്ലസും ഡെഫിസിറ്റ്. ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ച് എല്ലാവരും സെറ്റ് അല്ലേ? അടുത്ത ടോപ്പിക് ആണ് കമ്പോണന്റ് ആണ്. ഈ അടുത്ത് എനിക്ക് തോന്നുന്ന മോഡൽ ഉണ്ടായിരുന്നോ? മോഡലിന് അതായത് ഫില്ല് ചെയ്യാൻ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ തന്നെ കാണിച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ചോദിക്കും. വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ബഡ്ജറ്റിന് രണ്ട് ക്ലാസിഫിക്കേഷൻ, റവന്യൂ ബഡ്ജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റ് ഉണ്ട്. റവന്യൂവിന് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും. അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ വരുമ്പോൾ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. റവന്യൂ റെസിപ്റ്റ് വീണ്ടും ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. അല്ലെങ്കിൽ ടാക്സ് റവന്യൂ നമുക്ക് വേണമെങ്കിൽ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് എഴുതാം. റവന്യൂ എക്സ്പെൻഡിച്ചർ രണ്ടുണ്ട്, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും ഈ പറയുന്ന പോലെ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഇവിടെ ഒരിക്കലും ക്യാപിറ്റൽ റെസിപ്റ്റിന് ക്ലാസിഫിക്കേഷൻ ഇല്ല കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും സെറ്റ് ആണെങ്കിൽ അപ്പൊ ഇതിനൊക്കെ എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. നിങ്ങൾ പോളാലപ്പാടും ശ്രദ്ധിച്ചിരിക്കണം, എക്സാമ്പിൾ പഠിക്കണം. ഏതൊക്കെയാണ് എക്സാമ്പിൾ കാണിച്ചേ? റവന്യൂ റെസിപ്റ്റിന് എക്സാമ്പിൾ നോക്കുക. കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ്, അതൊക്കെ റവന്യൂ റെസിപ്റ്റ് ആണ്. അത് എന്താണെന്ന് പഠിക്കുക. അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, സബ്സിഡീസ്, സാലറി കൊടുക്കുന്നതൊക്കെ. അതൊക്കെ ഓർത്ത് ഇതിലെ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ചോദിക്കുക. റവന്യൂ റെസിപ്റ്റ് എന്താണ്, അതെ, കുറെ തന്നിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയ നോക്കുക കേട്ടോ. അതുപോലെ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗവൺമെന്റ് RBI എന്നൊക്കെ ലോൺ എടുക്കുക, ബോറോ ചെയ്യുക, അതൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാല് അതെ, ഗവൺമെന്റ് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെലവ്, അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സെറ്റ് ആണ് ഇംഗ്ലീഷ് കാണിച്ച എല്ലാവരും. മക്കൾ നെക്സ്റ്റ് ഡെഫിസിറ്റിന്റെ പ്രോബ്ലം ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതല്ല ആഷിക്ക് ചോദിച്ചത്? ആഷിക്ക് ശ്രദ്ധിച്ചിരിക്കുക. ശരിക്കും 3 ഡെഫിസിറ്റ് ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റ് എങ്ങനെ കാണാന്നറിയോ? അപ്പൊ റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇക്വേഷൻ തന്നെ സെന്റൻസ് ആക്കി എഴുതിയാൽ മതി അല്ലേ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാണ് ടീച്ചർ? റവന്യൂ എക്സ്പെൻഡിച്ചർ 9064. അപ്പൊ 9064 നിന്നും മൈനസ് റവന്യൂ റെസിപ്റ്റ് കുറയ്ക്കാം, 5773 കുറയ്ക്കാം. ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. റവന്യൂ എക്സ്പെൻഡിച്ചറിന് റവന്യൂ റെസിപ്റ്റ് കുറയ്ക്കാം. രണ്ടാമത്തത് എന്താണ്? ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. അത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിംഗ് ബോറോയിങ് അല്ലെ. അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ എടുക്കണം? റവന്യൂ എക്സ്പെൻഡിച്ചർ എടുക്കണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എടുക്കണം. പക്ഷെ ഇവിടെ ഓൾറെഡി ഡയറക്ട്ലി തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഈ റവന്യൂവും അതുപോലെ തന്നെ ക്യാപിറ്റലും കൂടി കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടുക കേട്ടോ. അതായത് 9064 1152 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 10216 കിട്ടും. അത് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 10216 മൈനസ് എന്ത് ചെയ്യുക? ടോട്ടൽ റവന്യൂ. അപ്പൊ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് റെസിപ്റ്റ് ആണ്. അപ്പൊ 2 റെസിപ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. 2 റെസിപ്റ്റ് ഏതൊക്കെയാ? റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ? 5773 കൂട്ടുക പ്ലസ് 443 കൂട്ടുക. അപ്പൊ ഇത് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ ആണ് കിട്ടുക. ഇത് കുറയ്ക്കണം, ബോറോയിങ്സ് കുറയ്ക്കണം. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇത് നമ്മൾ ബോറോയിങ് കുറച്ചിട്ട് വേണം ഇത് കുറയ്ക്കാനായിട്ട് അല്ലെ. ബോറോയിങ് എത്രയാണ്? 4140. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. അതായത് ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്ന് ടോട്ടൽ റവന്യൂ കുറയ്ക്കാം. ഇനി ബോറോയിങ് ഉണ്ടെങ്കിൽ അതും കൂടി കുറയ്ക്കണം കേട്ടോ, തെറ്റിക്കരുത്. ബോറോയിങ്ങിന് അതുകൂടി കുറയ്ക്കണം കേട്ടോ. സെറ്റ് ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. PR ഓക്കെ അല്ലേ? അടുത്താണ് പ്രൈമറി. അത് വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇവിടെ കിട്ടിയ ആൻസർ ഇല്ലേ? ഈ ആൻസറിന് എന്ത് കുറച്ചാൽ മതി ടീച്ചറെ? നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് കുറയ്ക്കാം. അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇവിടെ 2195 ജസ്റ്റ് കുറച്ചാൽ മതി. ഇവിടെ കിട്ടിയ ആൻസറിന് എന്ത് ചെയ്യാ? ഈ ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. ആഷിക്ക് ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ച എനർജറ്റിക് ആയിട്ട്. ഐബിനെ ഓക്കെ അല്ലടാ? ഡെഫിസിറ്റ് കാണാറിയില്ലേ? യെസ്. അടുത്താണ് കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 3 സെക്ടർ. 3 സെക്ടർ ആണ്. 3 സെക്ടറിൽ അപ്പൊ ആര് കൂടി വരും ടീച്ചറെ? ഗവൺമെന്റ് കൂടി വരും. അപ്പൊ നമുക്ക് നേരത്തെ അറിയാലോ, സിയും ഐയും ആണെന്നുള്ളത് AD.
അപ്പൊ ഇവിടെ ആരും കൂടെ വരും, ജിയും കൂടെ വരും അല്ലെ. അപ്പൊ സി പ്ലസ് ഐ പ്ലസ് ജി ആണ് ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കമ്പോണൻസ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇക്വേഷൻ തന്നെ എടുത്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. അടുത്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം. കാരണം ഇവിടെ വൈ സ്റ്റാർ കാണണമെങ്കിൽ എന്ത് ചെയ്യും? വൈ സ്റ്റാർ കാണാൻ എല്ലാ ബാറും കൂടി കൂട്ടാ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അതായത് ഈ കാണുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ബാറുകളും കൂട്ടാ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അപ്പൊ എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അപ്പൊ ഇവിടെ ബാർ എന്ന് പറയുമ്പോൾ ജി ബാറും കൂടി വരും, 3 സെക്ടർ ആയതുകൊണ്ട് കേട്ടോ. 3 സെക്ടർ അതിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏതാണ് ഇവിടെ ലംസം ടാക്സ് ഉണ്ട്, പ്രൊപ്പോർഷൻ ടാക്സ്, പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾക്ക് വരാറില്ല. അപ്പൊ അതുകൊണ്ട് നോക്കാം. സപ്ലൈ കൂട്ടിപ്പെട്ടത് പോയിന്റാണ് ഈക്വിലിബ്രിയം കേട്ടോ. സാറേ അതിന്റെ ചേഞ്ച് കാണിച്ചല്ലോ. ഫിഗർ സെയിം തന്നെയാണ്. ഇവിടെ നേരത്തെ ഓൾറെഡി ടീച്ചർ പറഞ്ഞല്ലോ, ഇത് മുകളിലോട്ട് പോവാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം? ഡെൽറ്റ ജി വരെ. അതെ, ഇവിടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന മാറ്റം. അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ എ ഡിയിൽ കൂട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്തായാലും എ ഡി കൂടും. അപ്പൊ എ ഡി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, കുറയുവാണെങ്കിൽ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും അടുത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ഡിറ്റർ ചേഞ്ച് ഇൻ ടാക്സ് ആണ് അല്ലേ? അപ്പൊ ടാക്സിൽ സെയിം തന്നെ. അതെ തന്നെ, ടാക്സിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ഇതുപോലെ ടാക്സ് കൂടുമ്പോ എന്ത് സംഭവിക്കുക? അഗ്രിഗേറ്റ് ഡിമാൻഡ് താഴത്തോട്ട്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ഇത് സെയിം ഫിഗർ തന്നെയാണ്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന ചേഞ്ച് വന്നാലും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടായി ചേഞ്ച് വന്നാലും അതുപോലെ ടാക്സ് ഏകദേശം സെയിം ഡയഗ്രാം ആണ്. പിന്നെ ടാക്സിന്റെ കേസ് മാത്രം ശ്രദ്ധിക്കുക. ടാക്സ് കൂടുമ്പോ എന്താ നമ്മളുടെ കയ്യിൽ നിന്ന് പോവുകയല്ലേ, അപ്പൊ ഡിമാൻഡ് കുറയാ ചെയ്യുക. അപ്പൊ ടാക്സ് കൂടുമ്പോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, ടാക്സ് കുറയാണെങ്കിൽ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഫിഗർ സെയിം തന്നെ, അത് ചേഞ്ച് ഓപ്പോസിറ്റ് ആണ് ടാക്സ്. അങ്ങനെ ചോദിക്കില്ലായിരിക്കും. ടാക്സ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഐയും ജിയും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത കാണിച്ചാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, എല്ലാ ബാറും കൂടി കൂട്ടാ. പക്ഷെ ഇവിടെ പ്രൊപ്പോർഷണൽ ടാക്സ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സ്മോൾ ലെറ്റർ ടി ആണ് പ്രൊപ്പോർഷണൽ ടാക്സ്. ലംസം ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ടി ആയിരിക്കും. പിന്നെ ഈ പ്രൊപ്പോർഷണൽ ടാക്സ് ആകുമ്പോൾ ഇക്വിലിബ്രിയം ഇൻകത്തിന്റെ അടിഭാഗം വ്യത്യാസം ഉണ്ടാവും. ഡിനോമിനേറ്റർ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി ആണ്. എന്താണ് ആഷിക്ക് ഡൗട്ട് ഉണ്ട് ചോദിച്ച മോനെ? ലംസം ടാക്സിന്റെ കേസിൽ ഫിഗർ ആ ചേഞ്ച് ചോദിക്കുമ്പോ മാത്രമാണ് അങ്ങനെ ചെയ്യേണ്ടത്. അത് ചേഞ്ച് ഇപ്പൊ ഓരോന്നില്ല. ടാക്സിലാണെങ്കിൽ ആ ഒരു ചേഞ്ച് കാണിക്കുക. നേരത്തെ ഇല്ലല്ലോ, ലംസം ടാക്സ് ഒക്കെ എന്തുന്നാ, അത് ഫിക്സ്ഡ് ആയത് കാരണം അതൊക്കെ ഓട്ടോണോമസ് ആണ്. ഓട്ടോണോമസ് ആയത് കാരണം ആ പോയിന്റിൽ നിന്ന് മാറും, ഷിഫ്റ്റ് ചെയ്യും. ഓട്ടോണോമസ് അല്ലാത്തതാണ് എന്താണ് ഇങ്ങനെ സ്വിങ് ചെയ്യണത്. ഈ സി ബാറും ഐ ബാറും ജി ബാറും പിന്നെ ടി ആറ് എല്ലാം ഓട്ടോണോമസ് ആണ്. ഇവിടെ ആകെ എം പി സി മാറുവാണെങ്കിൽ മാത്രമാണ് സ്വിങ് ചെയ്യുക. എം പി സി ഓട്ടോണോമസ് അല്ല, മനസ്സിലായോ? ബാക്കിയൊക്കെ ഓട്ടോണോമസ് ആണ്. അടുത്ത ടോപ്പിക് ഇത് പ്രൊപ്പോർഷണൽ ടാക്സ് ആണ്. ഇത് അങ്ങനെ എക്സാമിന് വന്നിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ഓർത്ത് വെക്കുക. അതാണ് 1 മൈനസ് സ്മോൾ ലെറ്റർ ടി ആണ് കേട്ടോ പ്രൊപ്പോർഷണൽ ടാക്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കാണിച്ചോ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ പഠിച്ച പോലെ തന്നെയാണ്. സെയിം ഇക്വേഷൻ തന്നെയാണ്. അവിടെ ഡെൽറ്റ ഐ എന്നോട് ഡെൽറ്റ ജി വന്നു. ഓക്കെ അല്ലേ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ്. ഇതിന് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വരുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ആൻ ഇക്കോണമി MPC is equal to 0.8. MPC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C ആണ്, 0.8. Find the value of government expenditure multiplier. അപ്പൊ എങ്ങനെ കാണാം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ? 1 divided by 1 minus 0.8. അപ്പൊ 1 divided by 0.2 that is 5 എന്ന് കിട്ടും. ഇത് തന്നെയാണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഇനിയൊരു ഗവൺമെന്റ് മാറി ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചാൽ ഇതിന്റെ ആൻസർ വരാം. ഇനി ചേഞ്ച് ഇൻ ഇൻകം ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ തന്ന ക്വസ്റ്റ്യനിൽ ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 100 ആണ്. ചേഞ്ച് ഇൻ ജി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 100 ആണെങ്കിൽ ഇൻകത്തിലുണ്ടായ മാറ്റം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അർത്ഥാകുന്ന എന്താണ്? ഈ മൾട്ടിപ്ലയർ 5 കൊണ്ട് അർത്ഥാകുന്ന എന്താ? ഒരു 100 രൂപ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ അവിടെ ഇൻകം എന്താ 5 ടൈംസ് കൂടും എന്നുള്ളതാണ്. 500 ആയിട്ട് കൂടും. അപ്പൊ സെന്റൻസ് ആക്കി എഴുതാനും പഠിക്കാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ മക്കളെ. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അടുത്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് മൾട്ടിപ്ലയർ ആണ്. അത് കാണാനും ഏകദേശം സെയിം ആണ്, പക്ഷെ മുകളിൽ നിന്ന് ഒരു സി വരും. ഈ ട്രാൻസ്ഫർ പേയ്മെന്റും ടാക്സും തമ്മിൽ നിങ്ങൾ മിക്സ് ആക്കി പഠിക്കുക. കാരണം സി ഡിവൈഡ് ബൈ 1 മൈനസ് സി വന്നാൽ ട്രാൻസ്ഫർ പേയ്മെന്റ്. അത് ഗവൺമെന്റ് ആർക്ക് കൊടുക്കണതാ? ജനങ്ങൾക്ക് കൊടുക്കുന്നല്ലേ ട്രാൻസ്ഫർ പേയ്മെന്റ്. പെൻഷൻ ഒക്കെ
ഗവൺമെന്റ് ആർക്ക് കൊടുക്കുക? ജനങ്ങൾക്ക് കൊടുക്കുക. അതിന് ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ലേ? ഈസി കാണിച്ചേ, സ്കോളർഷിപ്പ്, പെൻഷൻ ഒക്കെ. ഇനി ടാക്സ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആർക്ക് കൊടുക്കുന്നതാ? ഗവൺമെന്റിന് കൊടുക്കുന്ന. അപ്പൊ അവിടെ മൈനസ് സി വരും. സിമ്പിൾ ഇക്വേഷൻ ആണ്. C/1 - E വന്ന ട്രാൻസ്ഫർ പേയ്മെന്റ്, മൈനസ് C/1 - E വന്നാലോ ടാക്സ് മൾട്ടിപ്ലൈ. ക്ലിയർ ആണ്? ഇക്വേഷൻ കാണിച്ച എല്ലാവരും? അപ്പൊ ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അതിനൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ലംസം ടാക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? MPC ലംസം ടാക്സിന്റെ കേസാണ്. MPC 0.6 ആണ്. അപ്പൊ ആൻസർ എന്താ വരാ? 0.6. സംഭവം മാറിയിട്ടുണ്ട്. ടാക്സ് മൾട്ടിപ്ലയറിന്റെ അടിയിൽ വരേണ്ട ഇക്വേഷൻ ഇപ്പൊ ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ടാക്സ് മൾട്ടിപ്ലയർ അല്ലേ ചോദിച്ചിരിക്കുന്ന? അല്ലല്ലേ? അല്ല, ട്രാൻസ്ഫർ പേയ്മെന്റ് 0.6 ഡിവൈഡ് ബൈ 1 - 0.6. കറക്റ്റ്. അടുത്താണ് മക്കളെ ടാക്സ് മൾട്ടിപ്ലൈ. സാർ ടാക്സ് മൾട്ടിപ്ലൈ കാണിച്ചു. കണ്ടോ? ഇക്വേഷനിൽ മൈനസ് C/1 - E വന്നാൽ ടാക്സ് ആണ് കേട്ടോ. വെറും C/1 - E ആണെങ്കിലോ ട്രാൻസ്ഫർ പേയ്മെന്റ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ചില്ല? ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി? യെസ്. അപ്പൊ അവിടുത്തെ ഇക്വേഷനിൽ എന്താ വരിക? ടാക്സ് മൾട്ടിപ്ലൈ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക? മൈനസ് 0.8 ഡിവൈഡ് ബൈ 1 - 0.8. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും? അടുത്താണ് ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്താണ്? ബാലൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും എന്താവാം? തുല്യ. മീൻസ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ എപ്പോഴും 1 ആയിരിക്കും കിട്ടുക. ഏതൊക്കെ രണ്ടെണ്ണ? ടാക്സ് മൾട്ടിപ്ലയറും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും കൂടി. അത്രേ ഉള്ളൂ, ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്താണ് ഓട്ടോണോമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. അത് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും വെറുതെ അറിഞ്ഞു വെച്ചു, പറയാൻ പറ്റൂലല്ലേ. വരാം. ഇത് അങ്ങനെ എപ്പോഴും വന്നിട്ടൊന്നുമില്ല, എടുത്ത കാര്യങ്ങളിൽ വന്നിട്ടേ ഇല്ല. എന്നാലും ജസ്റ്റ് നോക്കി വെക്കാം. ഇക്വേഷൻ ഇതാണ്. ഓട്ടോണോമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ചോദിക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 - C × 1 - T അല്ലേ? ഇവിടെ പ്രൊപ്പോർഷണൽ ടാക്സ് ആണ് വരുന്നത് അല്ലേ? പ്രൊപ്പോർഷണൽ ടാക്സ് ആണ് വരിക. എന്ന് ഓർത്ത് വെക്കേണ്ട. അത്രേ ഉള്ളൂ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. എന്താണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒരു ഇക്കോണമിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവിടെ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടി എന്താ പറയാ, അത് തന്നെ പെർപ്പസ്ഫുള്ളി ഒരു മെഷർ എടുക്കാതെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ആവും എന്നുള്ളൊരു തോട്ടാണ് ഈ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. തനിയെ കറക്റ്റ് ആവും എന്നുള്ളത്. പ്രൊപ്പോർഷണൽ ടാക്സ് എടുത്താൽ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആക്കാൻ പറ്റില്ലേ നമുക്ക്? അതായത് വരുമാനം കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്താൽ നമുക്ക് അത് ഈക്വൽ ആക്കാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെ അതിനെയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്കോണമിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റും. അതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. അതിന് ഏറ്റവും ഒരു എക്സാമ്പിൾ ആണ് പ്രൊപ്പോർഷണൽ ടാക്സ്. ഓർത്ത് വെക്കുക കേട്ടോ. അടുത്താണ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി. എന്താണ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി? ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ നമ്മൾ താല്പര്യത്തോടു കൂടി ഒരു ഡിസ്ക്രിഷനോട് കൂടി ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അതിനായി ഒരു പോളിസി പുതിയതായിട്ട് കൊണ്ടുവന്ന് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി. റിക്കാർഡിംഗ് ആൻഡ് ഈക്വലൻസ് അങ്ങനെ എഴുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും എന്താണ് അതുകൊണ്ട് വേണമെങ്കിൽ വരാം. അതുകൊണ്ടാണ് റിക്കാർഡിംഗ് ഈക്വലൻസ് ഇട്ടേക്കണേ. എന്താണ് റിക്കാർഡിംഗ് ഈക്വലൻസ് പറഞ്ഞാൽ? അപ്പൊ ഡേവിഡ് റിക്കാർഡോ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് ആണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് റിക്കാർഡിംഗ് ഈക്വലൻസ് എന്ന് പേര് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഡേവിഡ് റിക്കാർഡോ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജനങ്ങൾ എന്ന് പറയുന്നത് എന്താ സേവ് ചെയ്യും. ആ സേവിങ്സ് കാരണം ആ സേവിങ്സ് കൊണ്ട് എന്താ ഗവൺമെന്റിന്റെ ബോറോയിങ്സ് ഒക്കെ നികത്താൻ സാധിക്കും എന്നുള്ള. ഗവൺമെന്റ് ഇപ്പൊ ബോറോ ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ ഭാവിയിൽ ഗവൺമെന്റ് എന്താ അത് ടാക്സ് കൂട്ടി ആ ബോറോയിങ്സ് ഒക്കെ നികത്താൻ ഗവൺമെന്റ് ശ്രമിക്കും എന്ന ധാരണയോടുകൂടി ആളുകൾ ഇപ്പോഴേ കൂടുതൽ സേവ് ചെയ്യും. അപ്പൊ ടാക്സ് കൂട്ടുമ്പോൾ അതിൽ നിന്നെടുത്ത് അടക്കാമല്ലോ. അപ്പൊ അങ്ങനെ ബോറോയിങ്സ് അവിടെ നികത്തും എന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഡേവിഡ് റിക്കാർഡിന്റെ പേര് ഓർത്ത് വെക്കുക. അത്ര ഓർക്കുക. നെക്സ്റ്റ് ആണ് ലാസ്റ്റ് ടോപ്പിക് ആണ് ഫിസ്ക്കൽ പോളിസി ആണ്. ഫിസ്ക്കൽ പോളിസി മോണിറ്ററി പോളിസിയുടെ ആൾക്ക് ഫിസ്ക്കൽ പോളിസി സിമ്പിൾ ആയിട്ട് ഇത് ഗവൺമെന്റിന്റെ ആണ്. ഗവൺമെന്റ് എടുക്കുന്ന പോളിസിയാണ്. മറ്റേ നമ്മൾ എന്താണ് മോണിറ്ററി പോളിസി ആരുടെ? റിസർവ് ബാങ്ക് RBI ഇറക്കുന്ന പോളിസിയാണ്. ഏത്? മോണിറ്ററി പോളിസി. ഗവൺമെന്റ് പോളിസിയാണ് ഫിസ്ക്കൽ. രണ്ടും ഒരേ കാര്യത്തിന് വേണ്ടി. അതായത് ഇക്കോണമിയിൽ ഫ്ലക്ച്വേഷൻസ് ഇല്ലേ മക്കളെ? അതായത് ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി, ഇതിനൊക്കെ നമ്മൾ എന്താക്കാൻ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു പോളിസിയാണ് ഇത് ഫിസ്ക്കൽ പോളിസി. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും? യെസ്. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ് വരാം. ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പറഞ്ഞു. കമ്പോണന്റ് വരാം. അതുപോലെ തന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ടാക്സ് മൾട്ടിപ്ലയർ, റവന്യൂ, ഫിസ്ക്കൽ, പ്രൈമറി പ്രോബ്ലം വരാം. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും? അടുത്ത നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഓപ്പൺ ഇക്കോണമി. ഓപ്പൺ ഇക്കോണമി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ? എന്താണ് ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞാൽ? ഓപ്പൺ ഇക്കോണമി. ഓപ്പൺ ആവുന്നത് എപ്പോഴാണ് ഇക്കോണമി? മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോഴാണ് നമ്മൾ ഓപ്പൺ ഇക്കോണമി എന്ന് പറയാം. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എക്സ്പോർട്ടും ഇമ്പോർട്ടും വരിക കേട്ടോ. അപ്പൊ റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ട് നമ്മുടെ ഇക്കോണമി റിലേഷൻഷിപ്പ് വരുമ്പോഴാണ് ഓപ്പൺ ഇക്കോണമി ആവുക. റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലോ ക്ലോസ്ഡ് ഇക്കോണമി. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് 3 ലിങ്കേജസ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ.
മൂന്ന് ലിങ്കേജസ് അല്ലെങ്കിൽ ഒരു ഇക്കോണമി ബിഹേവ് ചെയ്യുന്ന മൂന്ന് മോഡൽസ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. മൂന്ന് മോഡൽസിൽ എങ്ങനെ ബിഹേവ് ചെയ്യും അങ്ങനെ ചോദിച്ചാൽ ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഔട്ട്പുട്ട് മാർക്കറ്റ് ലിങ്കേജ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറയാറുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്, ലേബർ മാർക്കറ്റ് ലിങ്കേജ്. ഔട്ട്പുട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസുകൾ എന്ത് ചെയ്യാം നമ്മുടെ രാജ്യത്ത്? ഡൊമസ്റ്റിക് ഗുഡ്സ് വാങ്ങാം, ഫോറിൻ ഗുഡ്സ് അല്ലെ. അതായത് ഡൊമസ്റ്റിക് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാം, നമുക്ക് എന്ത് ചെയ്യാം പുറത്തുനിന്നുള്ള സാധനങ്ങൾ വാങ്ങാം. എങ്ങനെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റണേ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ രാജ്യം ഓപ്പൺ ഇക്കോണമി ആകുമ്പോഴല്ലേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അതാണ് ഔട്ട്പുട്ട് മാർക്കറ്റ് ലിങ്കേജ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും ബിഹേവ്സ് തന്നെയാണ് കേട്ടോ. അടുത്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം? മറ്റുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും കമ്പനിയിലോ മറ്റോ അവരുടെ ഷെയറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതെന്താ ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടും. അതെ, അവിടെ നിന്ന് ഇങ്ങോട്ട്. അടുത്താണ് ലേബർ മാർക്കറ്റ് ലിങ്കേജ്. ലേബേഴ്സിന് എന്ത് ചെയ്യാം? രണ്ട് സ്ഥലത്ത് വേണമെങ്കിൽ വർക്ക് ചെയ്യാം അല്ലെ. പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലത്ത് ഔട്ട് സൈഡോ ഇൻ സൈഡിലോ വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന എപ്പോഴും എന്തുകൊണ്ട്? ഓപ്പൺ ഇക്കോണമി ആയതുകൊണ്ടല്ലേ. അപ്പൊ അതാണ് മൂന്നാമത്തെ ലിങ്കേജ്, ലേബർ മാർക്കറ്റ് ലിങ്കേജ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചേ. ലിങ്കേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Following are the two statements that the consumers and the investors of an economy can enjoy with the foreign trade. Statement 1, consumers and firms have the opportunity to choose between domestic and foreign goods. B statement, investors have the opportunity to choose between domestic and foreign asset. Identify the linkage the corresponding to each statement. മക്കളെ ഇവിടെ ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് വാങ്ങാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് ഏത് ലിങ്കേജാ? പറയുന്നുണ്ട് എല്ലാവരും. ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റ്. അടുത്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഡൊമസ്റ്റിക് അസറ്റിലോ ഫോറിൻ അസറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് ഏത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. യെസ്, തെറ്റല്ലേ? ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മുടെ ഇന്ത്യയിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പുറത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്. അടുത്താണ് BOTയും BOPയും. സാറേ കാണിച്ച BOT ബാലൻസ് ഓഫ് ട്രേഡ് ആണ്. ട്രേഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വരിക? ട്രേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് വിസിബിൾ ഇമ്പോർട്ട്സ് ആൻഡ് വിസിബിൾ എക്സ്പോർട്സ് ഓഫ് എ കൺട്രി ഇൻ എ ഗിവൺ പീരീഡ്. വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതായത് ഗുഡ്സിന്റെ ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും മൂല്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ സർവീസസ് കൂടി വരും അല്ലെ. വിസിബിളും പെടും, ഇൻവിസിബിളും പെടും. അതായത് നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി വെക്കുന്ന ഒരു സമ്മറി റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ അല്ലെ. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് രണ്ട് അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഇത്ര കാണിച്ചോളൂ. എന്താണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, ട്രാൻസ്ഫർ. അതാണ് അതിന്റെ കമ്പോണന്റ്. അത് അടിയിൽ വരുന്നുണ്ട്. അതായത് കറണ്ട് അക്കൗണ്ട് കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എഴുതിയാൽ മതി. ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, എല്ലാം ടി ആണ് കേട്ടോ മക്കളെ. എല്ലാം ടി ആണെങ്കിൽ അത് കറണ്ട് അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിൽ എന്താണ്? ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ് അല്ലെ. അതായത് ഏതൊക്കെ വരാം? ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ എക്സ്റ്റേണൽ ബോറോയിങ്സ്, നമ്മൾ കടം വാങ്ങുന്നത്, പിന്നെ എക്സ്റ്റേണൽ അസിസ്റ്റൻസ്, നമ്മൾ സഹായിക്കാൻ രാജ്യങ്ങൾ പൈസ തരില്ലേ, ആ കാര്യങ്ങൾ, അതൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? നമ്മുടെ കറൻസിയിൽ ഡൊമസ്റ്റിക് കറൻസി നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ്സ് എ മാർക്കറ്റ് വേർ നാഷണൽ കറൻസീസ് ആർ ട്രേഡഡ് ഫോർ അനദർ അല്ലെ. നാഷണൽ കറൻസീസ് നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ഇനി എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാല്? ഒരു രാജ്യത്തിലെ കറൻസി മറ്റൊരു രാജ്യത്തിലെ കറൻസിയുടെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $1 വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം? അതാണ് എക്സ്ചേഞ്ച് റേറ്റ്. ക്ലിയർ ആണോ? $1 വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം? അപ്പൊ ഡോളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേറെ രാജ്യത്തിന്റെയാണ് അല്ലെ. രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയാണ്. അപ്പൊ രണ്ട് രാജ്യങ്ങളിലെ കറൻസി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്ക്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. ഇനി റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, RER വെച്ചുള്ള പ്രോബ്ലം വരാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൈസ് അല്ല, അതായത് ഒരു കറൻസിയുടെ കാര്യമല്ല പറയണത്, പിന്നെന്താ? ഗുഡ്സിന്റെ പ്രൈസ് അല്ലെ. അതായത് ഇറ്റ്സ് റിലേറ്റീവ് പ്രൈസ് ഓഫ് ഫോറിൻ ഗുഡ്സ് ഇൻ ടേംസ് ഓഫ് ദ പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് ഗുഡ്സ്. ഗുഡ്സിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ മെഷർ ചെയ്യാനാണ് RER ഉപയോഗിക്കുന്നത്. RER കാണാൻ E into PF divided by P ആണ്. E എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. F എന്ന് പറഞ്ഞ എന്താ? ഫോറിൻ ഗുഡ്സിന്റെ പ്രൈസ്. അടിയിലത്തെ PO നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സിന്റെ പ്രൈസ്. ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ഒന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ രണ്ട് രാജ്യത്തും ആ സാധനത്തിന്റെ വില ഈക്വൽ ആണ്. ഇനി ഒന്നിനേക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് കിട്ടുന്ന ആൻസർ എങ്കിലോ ഫോറിൽ അതിന്റെ വില
വില കൂടുതലാണ്. അതായത് ഇന്ത്യനേക്കാൾ വില കൂടുതലാണ് അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്ത്. ഇനി ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ ഇന്ത്യയിലെ ഡൊമസ്റ്റിക്കിലാണ് എന്ത് വില വില കൂടുതൽ. കൂടുതൽ. ഇനി RER=1 ആണ് കിട്ടുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു രണ്ട് സ്ഥലത്തും ഒരേ പ്രൈസ് ആണ്. അപ്പൊ അവിടെ എന്തില്ല, ഒരു പാർഷ്യാലിറ്റി ഇല്ല അല്ലെ, അല്ലെ. എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഒരേ പ്രൈസ് അല്ല. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് വിളിക്കാം. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. അതിന്റെ പ്രോബ്ലം കാണിച്ചു തരാം. A doll in India costs ₹500. It has a price of $10 in America. അപ്പൊ അമേരിക്കയിലെ ഡോളർ ആണ് PF. ഫോറിനിലെ പ്രൈസ് ആണ് എത്ര? $10 അല്ലെ. ഇത് എക്സ്ചേഞ്ച് റേറ്റ് ഈ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 50 രൂപ. 500 രൂപയാണ് നമ്മുടെ എവിടുത്തെ പ്രൈസ്? ഇക്വേഷൻ എന്താ? E × PF / P ആണ്. ഓക്കെ അല്ലെ. അപ്പൊ ഈ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പൊ 50 × 10/500 ആൻസർ 1 എന്ന് കിട്ടി. അപ്പൊ കൺക്ലൂഷൻ എങ്ങനെ ചെയ്തേ? കൺക്ലൂഷൻ ബോത്ത് കൺട്രീസ് ആർ ഈക്വൽ പ്രൈസ് അല്ലെ. രണ്ട് രാജ്യത്തും എന്ത് തന്നെയാണ്? തുല്യ വില തന്നെയാണ്. ഇതിനെയാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ കാണിച്ച മക്കളെ കൺക്ലൂഷൻ എഴുതാൻ പറയും കേട്ടോ. ആൻസർ കിട്ടുന്ന കൺക്ലൂഷൻ. മക്കളെ അടുത്തത് 5 മാർക്കിന്റെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് എക്സ്ചേഞ്ച് റേറ്റ് കാണാനായിട്ടുള്ള 3 മെത്തേഡുകൾ. ഏതൊക്കെ എക്സ്ചേഞ്ച് റേറ്റ് കാണാനുള്ള 3 മെത്തേഡുകൾ? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, പിന്നെ മൂന്നാമത്തെ ഏതാ? മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. Flexible exchange rate is also known as floating exchange rate. Here the exchange rate is determined by the forces of demand and supply. ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഫലമായിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെയാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. ഇതിൽ വരുന്ന 2 കമ്പോണന്റ് ആണ് കറൻസി ഡിപ്രീസിയേഷനും കറൻസി അപ്രീസിയേഷനും. കമ്പോണന്റ് എന്ന് ചോദിച്ചതാണ് ഇതിന്റെ കേട്ടോ. അപ്പൊ കറൻസി ഡിപ്രീസിയേഷൻ പറയുന്നത് ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ എന്താവാ? ഫോറിൻ കറൻസി വെച്ച് നോക്കുമ്പോൾ കുറയാണെങ്കിൽ അത് കറൻസി ഡിപ്രീസിയേഷനും, കൂടാണെങ്കിലോ കറൻസി. സെയിം സെന്റൻസ് ആണ്. ലോസിന്റെ വാല്യൂ എഴുതിയാൽ ഡിപ്രീസിയേഷൻ, ഇൻക്രീസിന്റെ വാല്യൂ എഴുതിയാലോ അപ്രീസിയേഷൻ. സിമ്പിൾ ആണെങ്കിൽ കാണിച്ചേ. സെറ്റ് ആണെങ്കിൽ ഫിഗർ ഓർക്ക, ഫിഗർ വരയ്ക്കാൻ വരാറുണ്ട് കേട്ടോ. നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെ ഫിഗർ ഇല്ല, അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഡിമാൻഡ് സപ്ലൈയും ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് സപ്ലൈ ആണ് മാത്രമേ ഉള്ളൂ. എക്സ് ആക്സിൽ വൈ ആക്സിൽ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ്. അടുത്താണ് സാറേ രണ്ടാമതാണ് ഫിക്സഡ്. ആ പേരിൽ തന്നെ ഫിക്സഡ്. അത് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അത് അവിടെ ഡിമാൻഡും സപ്ലൈ കൺസിഡർ ചെയ്യുന്നില്ല, സെൻട്രൽ ബാങ്ക് ആണ്. ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ 2 കമ്പോണന്റ് ഏതൊക്കെയാ? കറൻസി ഡിവാലുവേഷനും കറൻസി റീവാലുവേഷനും. ഈ ഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്രീസ് ചെയ്യാൻ അർത്ഥം. അപ്പൊ ലോവറിംഗ് ഓഫ് ദ വാല്യൂ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ ഒഫീഷ്യൽ പ്രൊസീജിയറിലൂടെ സെൻട്രൽ ബാങ്ക് കുറയ്ക്കുകയാണെങ്കിൽ അത് കറൻസി ഡിവാലുവേഷനും, ഒഫീഷ്യൽ പ്രൊസീജിയറിലൂടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കൂട്ടുകയാണെങ്കിലോ അത് റീവാലുവേഷനാണ്. മക്കളെ ചിലപ്പോൾ ഇതിലെ ഒരെണ്ണം അവിടുത്തെ ഒരെണ്ണം കൂടി ചോദിക്കും, ചിലപ്പോൾ മിക്സ് ചെയ്ത് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ കറൻസി ഡിപ്രീസിയേഷൻ ആൻഡ് കറൻസി ഡിവാലുവേഷൻ അങ്ങനെ ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം അത് ഫ്ലെക്സിബിൾ ആണ്, ഇത് ഫിക്സഡ് ആണ്. ഡെഫിനിഷൻ എഴുതിയേക്കാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കാണിച്ചേ. ഇനി ഇതിന്റെ ഫിഗർ നോക്കാം. ഇതിൽ ചേഞ്ച് കാണിച്ചോളൂ കേട്ടോ. കറക്റ്റ് വിൻഡോ ഇട്ടിട്ട് എന്ത് ചെയ്യാം? നടുക്കും കാണിക്കാം, മുകളിൽ രണ്ടിടത്തും. അതായത് ഈ നടുക്ക് കാണുന്ന എന്താ? ഫ്ലെക്സിബിളിലാണ് അല്ലെ. അപ്പോൾ മറ്റേ സെൻട്രൽ ബാങ്കിന് ഒന്നെങ്കിൽ അതിന് താഴെയോ അല്ലെങ്കിൽ മുകളിലോ ഒരു എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കും. അത്രയും സിമ്പിൾ. അടുത്താണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അത് രണ്ടിന്റെ മിക്സർ ആണ് അല്ലെ. ഫിക്സറും ഉണ്ട്, ഫ്ലെക്സിബിൾ ഉണ്ട്. അപ്പൊ അതിനർത്ഥം ഡിമാൻഡ് സപ്ലൈ കൺസിഡർ ചെയ്യും, സെൻട്രൽ ബാങ്ക് അവരും കളക്ട് ചെയ്യും. അതിന് നമ്മള് വേറൊരു പേര് വിളിക്കാറുണ്ട്. എന്താണ്? ഡർട്ടി ഫ്ലോട്ടിംഗ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? 3 ലിങ്കേജസ് വരാം. 3 ലിങ്കേജസ് ഇൻ ഓപ്പൺ ഇക്കോണമി. ഡിഫറൻസ് ചോദിക്കാം. എക്സ്ചേഞ്ച് റേറ്റ് കാണാനുള്ള 3 മെത്തേഡ്, റിയൽ എക്സ്ചേഞ്ച് റേറ്റ്, നോൺ എക്സ്ചേഞ്ച് റേറ്റ് ചോദിക്കാം. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കിയാലോ? സാറേ കാണിച്ചോളൂ. ഇത് ഡിലീറ്റഡ് ആണ്, പക്ഷെ മേ ബി ചിലപ്പോ ചോദിക്കാം. ഇത് ഡിലീറ്റഡ് ആണ്. അപ്പൊ ഇന്ന് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇക്കോണമി MPC 0.6 ആണ്. MPM എന്ന് പറഞ്ഞാൽ എം ഫോർ ഇമ്പോർട്ട് ആണ് കേട്ടോ. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്. നമ്മൾ MPC ഒക്കെ പറയില്ല, അതുപോലെ തന്നെ സീന്റെ അവിടെ M ആവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്പൺ ഇക്കോണമി മൾട്ടിപ്ലയർ കാണാൻ പറഞ്ഞാൽ 1/1 - മാത്രം ചെയ്താൽ പോരാ. അതോടൊപ്പം ഇമ്പോർട്ട് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. എക്സ്പോർട്ട് ആണെങ്കിൽ ലെസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ഇമ്പോർട്ട് അല്ലേ വന്നേക്കണേ. അപ്പൊ ഇമ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യും. എക്സ്പോർട്ട് ചിലപ്പോൾ തരാം കേട്ടോ. എക്സ്പോർട്ട് MPX തരാം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, 1/1 - ആണെങ്കിൽ അത് ക്ലോസ്ഡ് ഇക്കോണമി മൾട്ടിപ്ലയർ ആണ്. ഇത് ക്ലോസ്ഡ് ഇക്കോണമി മൾട്ടിപ്ലയർ ആണ്. ക്ലോസ്ഡ് ആണെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ടാവില്ലല്ലോ. ഓപ്പൺ ആകുമ്പോഴല്ലേ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഓപ്പൺ ഇക്കോണമി മൾട്ടിപ്ലയർ കാണാൻ ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഇമ്പോർട്ട് ആണെങ്കിൽ നമുക്ക് ഫേവറബിൾ ആണോ അതോ ഇതാണോ നോക്കാം കേട്ടോ. അപ്പൊ ഇമ്പോർട്ട് ആണ് വന്നത്. ഇമ്പോർട്ട് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ കാണിച്ച എല്ലാവരും സെറ്റല്ലേ? അപ്പൊ 1/1 - 0.5 അല്ലേ ടീച്ചറെ? 0.5 0.6 + 0.05. ഓക്കെ
ഓക്കെ ആണ് കേസി കാണിച്ച് അത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കേസി കാണിച്ചേ. യെസ്. ഇനി ആർക്കെങ്കിലും കഴിഞ്ഞില്ലേ? ഒരു എക്സ്ട്രാ പറഞ്ഞു കൊടുത്തു ഓൾറെഡി. കാണിച്ചോ? കാണിച്ചു. ഈ ക്വസ്റ്റ്യൻ മക്കളെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. The central government sanctioned 40 crores to Kerala and Assam for making additional investment. ചിലപ്പോ ടേബിൾ ആയിട്ട് തരും, സ്റ്റേറ്റ്, അതിന്റെ കേരള, ആസാം, തമിഴ്നാട് എന്ന് പറഞ്ഞ് തരും. എന്നിട്ട് അതിൽ 40 crore ആണ് സെൻട്രൽ ബാങ്ക് സാങ്ഷൻ ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലേ? അവിടെ MPC എത്രയാണ്? 0.8 ആണ് കേരളത്തിന്റെ. ആസാമിന്റെ 0.5 ആണ്. അപ്പൊ നമ്മൾ ആദ്യം മൾട്ടിപ്ലയർ കാണാം. ആദ്യം കേരളത്തിന്റെ കാണാം. അപ്പൊ കേരളത്തിന്റെ കാണാൻ മൾട്ടിപ്ലയർ കാണാൻ ഇഷ്ടം അറിയാലോ. 1 divided by 1 minus c. അപ്പൊ 1 divided by 1 minus 0.8. അപ്പൊ 1 divided by 0.2 അല്ലേ വരിക? അപ്പൊ നമുക്ക് 5 എന്ന് വരും. ഈ 5 എത്ര വെച്ച് ഇൻഡു ചെയ്യാം? 40 വെച്ച്. 5 40 വെച്ച് ഇൻഡു ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻകം കിട്ടും കേട്ടോ. അപ്പൊ 200 crore കിട്ടും. അപ്പൊ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് മൾട്ടിപ്ലയറും ചോദിച്ചിട്ടുണ്ട്, എഫക്ട് ഓൺ ഇൻകം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മൾട്ടിപ്ലയർ എത്രയാ കേരളത്തിന്റെ? 5 ആണ്. എഫക്ട് ഓഫ് ഇൻകം എത്രയാണ്? 200 crore ആണ്. ക്ലിയർ ആണ്? കേസി കാണിച്ചേ. മൾട്ടിപ്ലയർ കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് ചെയ്യണം? ഇൻകം വെച്ച് ഇൻഡു ചെയ്യാം. ഇനി ആസാമിന്റെ കാണാൻ പറഞ്ഞാലോ 1 divided by 1 minus ആസാം എത്ര? 0.5 അല്ലേ? 0.5. 1 divided by 0.5 is equal to 2 വരും. അപ്പൊ 2 into 40. 2 into 40. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് 40 കൊടുത്തപ്പോ എത്രയായി? 80 crore ആയി കേട്ടോ. എവിടെ? ആസാമിൽ. ക്ലിയർ ആണെങ്കിൽ കേസി കാണിച്ച മക്കളെ. സെറ്റ് ആണെങ്കിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ ഒരു വർഷം പഠിച്ച എക്കണോമിക്സ് ഇതോട് കൂടി കഴിയുകയാണ്. ചാപ്റ്റർ എല്ലാം കഴിഞ്ഞു മക്കളെ, എല്ലാം കഴിഞ്ഞു. ഇനി ആകെ നമുക്ക് അക്കൗണ്ടൻസി മാത്രമേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആലോചിച്ച് മുറക്കം തൂങ്ങി കൊട്ടുവായിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഒന്നുമില്ല, ഒന്നുമില്ല. എല്ലാം സെറ്റ് ആണല്ലേ? ഫുള്ള് മാർക്കായിരിക്കും എക്കണോമിക്സിൽ കേട്ടോ. എല്ലാവരും 100ൽ 100 മാർക്കായിരിക്കണം. 80 ആണെന്ന് എനിക്കറിയാം. കൂടി ചേർത്തിട്ടാണ് ഉദ്ദേശിച്ചത്. എന്താണ് ശ്രീജിത്തെ? ഇന്നലെ ഉണ്ടായിരുന്നില്ല നീ? പറഞ്ഞേരാ പറഞ്ഞു. വീഡിയോ ഒന്നും കണ്ടാ പോരാടാ. വേണ്ടേ? എന്താ പറയണേ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സാറുണ്ടോ ഗൈഡൻസ്? 3. ഓക്കെ, അപ്പൊ എല്ലാരും നല്ലോണം എക്സാം ചെയ്തോ. നല്ല മാർക്ക് ഉണ്ടായിരിക്കണം എല്ലാവർക്കും. ഓക്കെ, ബൈ.